1 2 3 4 കട്ടുറുമിന് കല്യാണം പൊട്ടുകുത്തണ ചെമ്മാനം പട്ടു ചുറ്റിയ പപ്പാത്തി പാട്ടൊരുക്ക് കെട്ടിലമ്മയ്ക്ക് മിണ്ടാട്ടം കട്ടെടുക്കണ താമ്പൂലം പുത്തനച്ചി വരും നേരം പൂവിരിക്ക് ആളൊരുങ്ങ് വെളിത്തേരൊരുങ്ങ് ആടിമാസ കിഴവി വരുന്നേ കയ്യിൽ ആട്ടുരുളിൻ കുഴവി വരുന്നേ ആഹാ കട്ടുറുമ്പിന് കല്യാണം പൊട്ടുകുത്തണ ചെമ്മാനം പട്ടു ചുറ്റിയ പപ്പാത്തി പാട്ടൊരുക്ക്. ഈ പാട്ട് പാടാന്ന് പറഞ്ഞ എവരാണ് ഈ തെറ്റി? ഇവര് സൗണ്ട് ഇല്ല. തെറ്റി പറയാൻ പറ്റൂല. ഈ പപ്പാത്തി ചപ്പാത്തി മാത്രമല്ല വേറൊരു പൂവും വരുന്നുണ്ട്. അത് ആടിമാസ കിഴവ് ആ സത്യം പറഞ്ഞാൽ അത് ആടിമാസ കിഴവി എന്നാണ് പറയണത്. പക്ഷെ കിഴിവെന്നേ വരുവുള്ളൂ നമുക്ക്. കിഴിവ് നമ്മൾ ഈ ആടിമാസം മറ്റേ പോത്തീസിൽ ആടിമാസ കിഴിവ് ആ ഒരു സാധനം വായിലുണ്ട്. കിഴവി എന്നാണ്. കിഴവി എന്തോ ഇത് പുള്ളി ഒന്നുകൂടെ പാടണം, മൊത്തം പാടണം, അപ്പൊ നല്ല ഫണ്ടായിരിക്കും. രണ്ടാമത്തെ ലൈനിൽ ഒരു പൂവൊക്കെ വരുമ്പോ രസമായിരിക്കും. നല്ല സാധനം. പുത്തനച്ചി ഒന്ന് ശ്രദ്ധിച്ചു നിർത്തി വായിക്കുക. അപ്പൊ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ ഒരു സീസണില് നമ്മൾ നന്ദു ബിയാറിനെ ഫീച്ചർ ചെയ്ത ആദ്യത്തെ പോഡ്കാസ്റ്റ്. ഇന്ന് അവൻ നമ്മളുടെ ഫ്ലോർ ധന്യമാക്കുകയാണ് അവന്റെ പ്രസൻസ്. പണ്ട് നമ്മുടെ ഇന്റലക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു, ധന്യമാക്കാൻ വരുമായിരുന്നു. ആ അസുല അല്ല നമ്മള് ഫില്ലർ എപ്പിസോഡ്സിൽ മെയിൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് യവനെ, അഖിലേഷ്, അരുൺ, വിഘ്നേഷ്, ഇത്രയും പേരായിരുന്നു നമ്മളുടെ. അല്ലേ നമ്മള് രണ്ടാമത് തുടങ്ങിയപ്പോ നന്ദുവീർ വന്നിട്ടില്ല, പോഡ്കാസ്റ്റിന് ഇരുന്നിട്ടേ ഇല്ല. ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടായിരുന്നു വിഘ്നേഷ് വന്ന സമയത്ത്. പോഡ്കാസ്റ്റ് അല്ലല്ലോ നമ്മളല്ലാതെ വലിയ ബിസി ആയിപ്പോയില്ലേ. ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ്സിലേക്ക് കുതിച്ചു പോവുകയാണ്. അതെ അതെ അതെ. അപ്പൊ ഇത്രയും തിരക്കുകൾക്കിടയിലും അതൊക്കെ മാറ്റി വെച്ച് സ്റ്റുഡിയോ വന്ന് ധന്യമാക്കിയതിൽ നന്ദിയുണ്ട്. ഞാനിവിടെയാണല്ലോ കിടക്കുന്നത്. അല്ല ഞാൻ അവധിയുള്ള ദിവസം ഇവിടെയാണല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ടുണ്ട്. എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, അവന് ഡ്യൂപ്ലിക്കേറ്റ്. മാറ്റോണ്ട് പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് നീ അടിക്കണം. എനിക്ക് അടിക്കണം. വന്ന വിഷയം ആക്ച്വലി വേറെയാണ്. അതെ അതെ. നമ്മളുടെ കോർ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവില്ലായ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ എങ്ങനെ കണ്ടുപിടിക്കാം. അത് അങ്ങനെ കഴിവില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടണം. അതെ, അത് ഈ മീഡിയ കോർ ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു അവരെ അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണ ബീയിങ് ആവറേജ്. നമുക്ക് താഴെയും പോകാൻ പറ്റിയില്ല, മേളിലും പോകാൻ പറ്റില്ല. അതിന്റെ ഒരു നമ്മൾ സ്റ്റിൽ ടാലന്റിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ടാലന്റും ഉണ്ട്. അതായത് ചിലര് പറയുന്നു നിങ്ങൾക്ക് കഴിവില്ലാത്തവരെ ആരും ജനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, എന്നെയും അങ്ങനെയാണ് പറയുന്നത്. കഴിവില്ലാത്തവരെ ആരും ജനിക്കുന്നില്ല, എല്ലാവർക്കും ഉള്ളിൽ ഉറങ്ങി കിടക്കുകയാണ്. അതിനോട് കണ്ടുപിടിക്കണം. സ്കൂളിൽ കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കൂട്ടത്തില് ശ്രീകാന്ത് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു കഴിവുള്ള എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ ശ്രീകാന്ത് ഉടനെ പറയും നമുക്ക് ആർക്കും കഴിവില്ല. അത് സ്വന്തം കാര്യം പറയില്ല, എല്ലാരും കൂടെ നമുക്ക് പറ്റൂല. ഇടയ്ക്ക് വെച്ച് ഒരു വീഡിയോ ഇട്ടിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ട് നമ്മള് മാത്രമേ ഉള്ളൂ വാഴകളായിട്ടെന്ന്. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. എന്നാലും നമ്മൾ കളക്റ്റീവായിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. അതെ. വിഘ്നേഷ്, നിനക്ക് എന്താണ് തോന്നുന്നത്? നമുക്ക് കഴിവുണ്ടോ, അതോ കഴിവ് ഉറങ്ങിക്കിടക്കണതാണോ, അതോ എങ്ങനെയാണ് അത് പുറത്തെടുക്കുന്നത്? എങ്ങനെയാണ്, എന്താണ് നിനക്ക് പറയാനുള്ളത്? ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കഴിവുകളെ ഉറക്കുകയാണ്, നമ്മൾ ഒന്നിനെ ഉണർത്തുന്നില്ല, ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു ഓർമ്മയില് ഒരു 2-3 വർഷം മുന്നേ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും, ഒരു ഇനിഷ്യേറ്റീവ് എടുക്കും. എന്നിട്ട് കഴിവില്ലാത്ത ഒരു പ്രശ്നം, ഇനിഷ്യേറ്റീവിന്റെ കുറവാണ്. അതായത് ഫസ്റ്റ് ഭയങ്കര ആരംഭശൂരത്വമായിരിക്കും. എനിക്ക് ഓർമ്മ നമ്മളൊരു 3-4 സെഷനൊക്കെ ഇതേപോലെ പോയി ഒരു സാധനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഒരു 2-3 വർഷം മുന്നേ എല്ലാം സെറ്റ് ചെയ്ത് പട്ടത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് അത് ഉപേക്ഷിച്ചു. അതിനെ കുറിച്ച് പിന്നെ ഇതില്ല. നമ്മൾ ഇതേപോലെ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും, പക്ഷെ അത് ചെയ്യൂല. അതാണ് സത്യം പറഞ്ഞാൽ കഴിവില്ലായ്മ അല്ല. എന്തെങ്കിലും ഒരു സാധനം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനിഷ്യേറ്റ് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അതാണ് ഒരു കഴിവില്ല. സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്.
സ്റ്റാർട്ടിംഗ് ഉണ്ട്, Planning പ്ലാനിങ് മാത്രമേ ഉള്ളൂ, നോ എക്സിക്യൂഷൻ. അതെ, പ്രോകാസ്റ്റിനേഷൻ പോലെയാണോ? Procrastination എന്നും പറയാം. ഡെമോക്രസി കൂടിയതിന്റെ പ്രശ്നമാണോ? ഡെമോക്രസി സുപ്രീം ലീഡർ ഡെമോക്രസിയുടെ കാര്യമല്ല. നമുക്ക് ലിറ്റർഷിപ്പിലോട്ട് മാറി കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാവുന്നതാണ് ഞാൻ പറയുന്നത്. ഡിക്റ്റേറ്റർഷിപ്പ് നമ്മളിപ്പോ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അല്ല, അത് പണ്ടേ ഉപേക്ഷിച്ചാണ്. അല്ല ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കൂടുതൽ മറ്റേ ഇപ്പൊ മുല്ലാസിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ അവൻ പണ്ട് കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ അവന്റെ ചാനലിൽ തന്നെ അപ്പൊ അവൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അത് എന്തിന്റെ ശൂരത്വമാണ്? ഇറ്റ്സ് പ്യൂർലി മടി. ഇറ്റ്സ് പ്യൂർലി മടി എന്നാണ്. മടി മാത്രമൊന്നുമല്ല, അതിനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു അവൻ തിരിച്ച് നമ്മുടെ മണ്ടയ്ക്ക് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ടൈം കിട്ടുന്നില്ലെന്നാ. ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞല്ലേ? ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടൊന്നും ഇടയ്ക്ക് വെച്ച് കുറഞ്ഞു, പക്ഷെ ഇപ്പൊ കയറി വരുന്നുണ്ട്. അപ്പൊ വീഡിയോ ഇടും. വീഡിയോ ഒക്കെ വരും, വരണം. എടാ ഉല്ലാസ കാര്യം പറയട്ടാ. ടൈം കിട്ടില്ലെന്ന് പറയല്ലേടാ. ടൈമിന്റെ പ്രശ്നമുണ്ട്. കാര്യം അതിന് എനിക്കിങ്ങനെ ഒരു ആ സോണിലോട്ട് എത്തണം. മൈൻഡ് സെറ്റ്, ആ ഒരു മൈൻഡ് സെറ്റ് കൊടുക്കണം. അതാണ്. അപ്പൊ ഒരു ക്രിയേറ്റീവ് സാധനം ചെയ്യുമ്പോ ആ ഒരു സോണിലോട്ട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. യെസ്. ചിലപ്പോ അപ്പൊ ആ ഒരു സോണിലേക്ക് എത്താനുള്ള പ്രശ്നമായിരിക്കും നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റാത്തത്. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് തടി വരിക. ആയിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ എങ്കിലും കുറച്ചൊന്ന് ട്രൈ ചെയ്യണം, കുറച്ച് പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ കുറെ സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും ചില ആൾക്കാർ ഇപ്പം എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആദ്യമേ ഇറങ്ങും. അവര് ഭയങ്കര കിടിലോ അതിൽ ഭയങ്കര എക്സൽ ചെയ്യുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. പക്ഷെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർ ഇനിഷ്യേറ്റീവ് ഇട്ട് ഇറങ്ങും. അത് പക്ഷേ പതുക്കെ ഡെവലപ്പായി വരാൻ ചാൻസ് ഉണ്ട് ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ. ഇപ്പൊ കുറെ നേരം ട്രൈ ചെയ്യണം, അത് ട്രൈ ചെയ്യണം, ഇത് ട്രൈ ചെയ്യണോ, എന്താണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം? എന്ത് ടാലന്റ് ആണ് നിങ്ങൾക്ക്. ടാലന്റും ആഗ്രഹവും ഡിഫറെന്റ് ആണ്. ഇപ്പൊ എനിക്ക് ക്രിക്കറ്റ് കളിക്കാനാണ് ഇഷ്ടമെന്ന് വെച്ചോ, ഞാൻ അതിൽ വലിയ കളിക്കാരനല്ല. ടാലന്റ് ഇല്ലായ്മയാണ്. ആഗ്രഹമുണ്ട്, ടാലന്റ് ഇല്ലായ്മയാണ്. ഇപ്പം എനിക്ക് ഭയങ്കര വന്നിട്ട് പാട്ട് പാടണം, പക്ഷെ എന്റെ കൂറ സൗണ്ടാണ്. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതിൽ എക്സൽ ചെയ്യാം. എനിക്കത് ഒരു ഹോബി ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതിൽ എക്സൽ ചെയ്ത് അതിലൊരു കരിയർ ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റൂല. ഈ ഇഷ്ടമുള്ള കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ടാലന്റ് ബെറ്റർ ആവുന്നതെന്നാണ് പറയപ്പെടുന്നത്. വോയിസ് പോലെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ട്രെയിനിങ്ങിലൂടെ. അത് നമ്മുടെ അത്രയും ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്ത് ബെറ്റർ ആക്കാൻ പറ്റും. അപ്പൊ നിനക്ക് അത്ര ആഗ്രഹമില്ല ഇല്ല, അതുകൊണ്ടാണ് നീ ടാലന്റഡ് അല്ലാത്തത്. അല്ല, നമുക്ക് കുറെ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. നമ്മൾ കുറെ അതായിരിക്കും ഒരു പ്രശ്നം. ഒരു സാധനത്തിൽ ഫോക്കസ് ആവാം. പിന്നെ എല്ലാ മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും ഏതിൽ ഫോക്കസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ സോഷ്യൽ ഇതെല്ലാം വരുമല്ലോ, എലമെന്റ്സ് എല്ലാം വരുമല്ലോ. നമ്മളെ പണ്ടൊക്കെയാണ് ഈ സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ഹീറോയുടെ അത് കണ്ടിട്ട് നമുക്ക് അതുപോലെ ആവണോന്ന് വിചാരിക്കും. പിന്നെ അടുത്ത സിനിമ കാണുമ്പോഴത്തേക്ക് അതുപോലെ അതിപ്പോഴും ഉണ്ട്. ഏതൊരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും കുറെ പേര് ഇതിന് പോയില്ലായിരുന്നു. ദുൽഖർ മറ്റേ ഇതായിട്ടുള്ള വിക്രമാദിത്യനില് ട്രെൻഡ് ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്കൊരു ഫോക്കസ് ഇൻഫ്ലുവൻസ് അല്ല, നമുക്കൊരു ഫോക്കസ് ഇല്ലാത്തതുകൊണ്ട്. അല്ല, പാഷൻ വേണം എന്ന് വെച്ചാ തീവ്രമായിട്ടുള്ള ആഗ്രഹം വേണം. പിന്നെ അതിനുവേണ്ടി ശ്രമിക്കാനുള്ള ഒരു ഇതും വേണം. ചിലപ്പോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇത് കണ്ടുപിടിച്ചാണല്ലോ ഇതുവരെയായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള എനിക്ക് തോന്നുന്നു എന്താണ് ട്രൂ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഫോട്ടോഗ്രാഫി അത് കണ്ടുപിടിച്ചുകൊണ്ടാണ് അതിന്റെ പുറകെ പോയത്. അതുകൊണ്ട് എനിക്ക് ഉല്ലാസിന് വേറെ ഒന്നിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നിരിക്കില്ലേ? പണ്ട് ഞാൻ പല പല ഏരിയയിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പടം വരയ്ക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസ് അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് ആണ് എനിക്ക് തോന്നുന്നു ഒരു ക്യാമറ ഫോണോ കിട്ടിയതിന് ശേഷമാണ് ഫോട്ടോ എടുക്കുന്നതിന്റെ ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്. അതെനിക്ക് ആദ്യം അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ പോളിയിലൊക്കെ പഠിക്കുന്ന സമയപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു പാഷനാണ്, ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് അതിന് കൂടുതൽ ടൈം കൊടുത്തിട്ട് അതൊരു മൊമെന്റിൽ നമുക്കൊരു റിയലൈസേഷൻ വരും. ഇത് ചെയ്യുമ്പോ എനിക്ക് എന്തൊക്കെയോ സന്തോഷമുണ്ട്, നമുക്കിത് ചെയ്യുമ്പോ ഒരു രസമുണ്ട്. നമുക്ക് ആ ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. നമ്മള് എന്തൊക്കെയോ നേടി എന്നുള്ളൊരു ഫീല് വരും അത് ചെയ്യപ്പോ. പിന്നെ കറക്റ്റായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അല്ല, അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ പാഷൻ വെച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നൂലേ? അത് അതിന്റെ കൂടെ ഇഷ്ടം ഉണ്ടെങ്കിൽ ചിലർക്ക് പടം വരയ്ക്കണമെങ്കിൽ അത് ജോലി ചെയ്യുമ്പോഴും അതിന്റെ ജോലിയായിട്ട് തോന്നൂല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു.
എനിക്കാ അങ്ങനത്തെ എന്തെങ്കിലും നീ സാധനത്തിനോട് ഇങ്ങനെ ഒരു ഫ്ലോ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ബ്ലോഗൊക്കെ എടുക്കുന്നത് തോന്നിയിട്ടുണ്ട്. ബ്ലോഗ് ഇപ്പൊ എൻജോയ്മെന്റ് ആയിട്ട് ബ്ലോഗ് എടുക്കുന്നതൊക്കെ അത് തോന്നിയിട്ടുണ്ട്. അതിന്റെ പ്രോസസ്സിൽ നിൽക്കാനും അതിന്റെ ഒരു ഇന്നോട്ട് ഔട്ട് വരെ നിൽക്കാനും ഒന്നും തോന്നാതെ നിൽക്കാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ അധികം അങ്ങനെ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. സ്പോർട്സ് അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോഴാ എനിക്ക് നമ്മൾ സ്കൂളിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ തളരാതെ ഇത്രയും നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലത്ത് നിന്ന് കളിച്ചോണ്ടിരിക്കുന്ന അത്രയും. പക്ഷെ അത് ബേസിസിലല്ലേ നിൽക്കുന്നത്, അല്ലാണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ ബേസ് അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ. അതുകൊണ്ടാണ് ഫുട്ബോളോ ക്രിക്കറ്റോ എനിക്കിപ്പോ പാഷനേറ്റ് എന്തെങ്കിലും സംഭവം ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അതിൽ കരിയർ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കൂലായിരുന്നു. ഇപ്പം ഫ്രണ്ട്സ് എന്നുള്ള ബേസിസിലല്ലേ നമ്മൾ ഉച്ചയ്ക്ക് ഇതിനൊക്കെ വേണ്ടി വെയിലത്തൊന്നല്ല, അത് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവൻ ഒരു ദിവസം കളിക്കാൻ വന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് അന്നത്തെ കളി അണഞ്ഞ കളിയാണ് സത്യം. ക്രിക്കറ്റ് കളിക്കാൻ വന്നില്ലെങ്കിൽ എനിക്ക് സത്യം എനിക്ക് ഭയങ്കര അടഞ്ഞ പൊട്ടാണെന്ന്. ഞാൻ പറയും ഇന്ന് ദാസനില്ല, ഞാൻ വൈഫിന്റെ ഇന്ന് ദാസനില്ല, ഇനി എങ്ങനെ ഞാൻ കളിക്കും? ഞാൻ എന്നും വരാടാ ഇനി. ഞാൻ വരാറുണ്ട്. ഞാൻ എവിടെയാണ് കളി ചോദിച്ചാൽ ഞാൻ ക്രിക്കറ്റ് വെച്ചാൽ എവിടെ ഞാൻ വരാറുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു ബേസിസ് ആണ്, അല്ലാതെ അന്നത്തെ ഒരു സംഭവമൊന്നും അല്ല. പിന്നെ അതിൽ തന്നെ ക്രിക്കറ്റ് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കളിക്കണം മാത്രമല്ല, ഇവിടെ കളി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധനങ്ങളോട് ചെയ്യണം. അത് കുറെ സാധനങ്ങൾ ചെയ്യും. ഇപ്പൊ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന പിള്ളേരൊക്കെ ഇല്ല, അവരൊക്കെ ക്രിക്കറ്റിന്റെ ഒരു പാഷൻ എന്നുള്ള രീതിക്കല്ലേ പോകുന്നത്. അപ്പൊ അതും നമ്മള് അന്ന് കളിച്ചതായിട്ട് ഭയങ്കര ഡിഫറൻസ് ഇല്ലേ? കാര്യമല്ലല്ലോ. ഇപ്പം OSP ഡഗ് ഔട്ട് എന്ന ചാനലില്ലേ, അതില് കണ്ടന്റ് ഇടാന് നമുക്ക് അങ്ങനെ ബോറടി തോന്നൂല. ഈ ക്രിക്കറ്റ് സംസാരിക്കുമ്പോഴും ശ്രീകാന്തിനായാലും ഫോഴ്സ്ഡ് ആയിട്ട് തോന്നൂല. ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി സംസാരിക്കാൻ തോന്നൂല. അത് അതിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു സാധനമുണ്ട്. അല്ല, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പല ആൾക്കാരും പറയും പിള്ളേരെ കുട്ടികൾക്ക് എന്നെ കഴിവില്ല എന്നുള്ളൊരു സാധനം, ഒരു ഇൻട്രസ്റ്റും ഇല്ല. ബാക്കി പിള്ളേരാണെങ്കിൽ പടം കൊണ്ടാക്കും, ചിലർ ഈ സമ്മർ ക്യാമ്പിന് എല്ലാത്തിനും കൊണ്ടാക്കും. എന്തെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കുന്ന പറഞ്ഞ് എനിക്കറിയാന്നുള്ള ചിലരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ ഇപ്പം പടം വരയ്ക്കാൻ കൊണ്ടാക്കും, നീന്താൻ കൊണ്ടാക്കും, കരോട്ടെ ഉണ്ടാക്കും, പിന്നെ ക്രിക്കറ്റ് ഫുട്ബോൾ. ഒരു കൊച്ചിനെ തന്നെ ഒരു ദിവസം ഫുള്ള് ഒരു 5 6 വിടും. ഇപ്പോഴുള്ള ഒരു കാര്യമല്ലേ പറയണത്. പണ്ട് കാലത്ത് അങ്ങനെ ഒരു സംഭവം കുറവായില്ല. ഇല്ല, നമ്മളൊക്കെ ഇറങ്ങിയതിന് ശേഷമാണെന്ന് നമ്മുടെ കുട്ടികളുടെ ഇഷ്ടം നോക്കിക്കൊണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു വളരെ റെയർ ആയിരുന്നു. സ്കൂൾ ടൈമില് സമ്മർ ക്യാമ്പ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മളിറങ്ങിയ ശേഷമല്ല, ഞാൻ 3ാം ക്ലാസ് 2ാം ക്ലാസ് സമ്മർ ക്യാമ്പ് ഉണ്ട്. പക്ഷെ അതിന് പോകാനും അല്ല, നമ്മളെ ആ സമയത്തൊക്കെ എന്റെ ഹിന്ദി ക്ലാസ് എന്ന് പറഞ്ഞ് ഹിന്ദി ക്ലാസ് എന്ന് പറഞ്ഞു അതുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ക്ലാസ് വോളിബോളിന് പോയിട്ടുണ്ട്. അത് സ്പോർട്സ് പോത്തങ്കോട് ചന്തയിലവിടെ അല്ല, ഇവിടെ വോളിബോൾ കോച്ചിങ് സമ്മർ ക്യാമ്പ്. അതാ സമ്മർ ക്യാമ്പ് നമ്മുടെ ചെറിയ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു പേയ്മെന്റ് പരിപാടിക്കായിരുന്നു, അതുകൊണ്ട് അതിന് പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് സമ്മർ ക്യാമ്പ് പേയ്മെന്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് കേരള സ്പോർട്സ് കൗൺസില് നേരിട്ട് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അത് കയറുമ്പോഴ് നമ്മൾ രാവിലെ പോയി അവർ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഏത്തപ്പഴം, പാല്, മുട്ട, അതിനാണ് പോയത്. കൊടുക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് കൊടുക്കുന്നു ചെറിയ ക്ലാസ്. ബൂസ്റ്റിടാത്ത പാലത്ര രസമില്ല. എത്ര ക്ലാസ്സിലായിരുന്നു? 6ലോ 7ലോ ഒക്കെ. ഞാൻ 10 കഴിഞ്ഞപ്പോ ഒരു തവണ പോയി ചോദിച്ചിട്ടുണ്ട്. മറ്റേ LNCPയിൽ ഇതേപോലൊരു കോച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെരുപ്പൊക്കെ ഇട്ടാണ് പോയത്. ഒരു ലോഡ് സൈക്കിൾ ഞാനും എൻ്റെ കസിനും ഉണ്ടായിരുന്നു. ചവിട്ടി പോയി ചെന്നിറങ്ങിയപ്പോൾ എല്ലാവരും വൈറ്റ്സ് ഒക്കെ നിൽക്കണം. ഞാൻ സ്ലിപ്പറും മറ്റേ ചെരുപ്പൊക്കെ ഇട്ട് ചെന്നപ്പോൾ അങ്ങനെ ഒരു സാറുണ്ടായിരുന്നു അവിടെ. അപ്പോൾ പുള്ളി ഇങ്ങനെ വെച്ചിട്ട് എന്ത് അപ്പോൾ പറഞ്ഞ് ഇത് കളിക്കാമെന്ന്. അപ്പോൾ അവർ എല്ലാവരും വെച്ചിട്ട് എല്ലാവരും സച്ചിനൊന്നും ആവൂല, നിങ്ങൾ നോക്കിയിട്ടൊക്കെ വന്നാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. എന്നിട്ട് കിറ്റ് വാങ്ങാൻ പോയപ്പോഴത്തേക്കും ഭയങ്കര വില. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു ഇത് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. പിന്നെ ഞാൻ വീട്ടിൽ പോയി. എനിക്ക് ഉറപ്പായിരുന്നു അത്രയും പൈസ എന്തായാലും അന്നത് കിറ്റിന്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടിൽ 1 മാസത്തെ പൈസയെക്കാളും കൂടുതലുണ്ട് ആ കിറ്റിന്റെ പൈസ. അപ്പൊ എനിക്ക് ഉറപ്പാണ് ഇത് വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. ചോദിച്ചിട്ടൊന്നുമില്ല, പിന്നെ അങ്ങ് നിർത്തി. എനിക്ക് 9ലോ 10ലോ ആയിരുന്നത്. ഞാൻ ഈ സമ്മർ ക്യാമ്പിന് പോയി, ക്രിക്കറ്റ് സമ്മർ ക്യാമ്പിന് പോയിട്ടുണ്ട് ലയോളയിൽ പണ്ട്. അപ്പൊ അതിനും എനിക്ക് സമ്മർ ക്യാമ്പിൽ ഇച്ചിരി നന്നായിട്ട് കളിച്ചു. അപ്പൊ അങ്ങേര് പറഞ്ഞു പെർമനന്റ് ആയിട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പെർമനന്റ് ആയിട്ട് ഇതുള്ള അതിന്റെ ഇതൊക്കെ എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്നെ പറഞ്ഞു ഇങ്ങനെ കിറ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു.
അപ്പൊ ഇനി കിറ്റ് വാങ്ങിക്കാൻ പോകുമ്പോഴാണ് ഈ ക്രിക്കറ്റിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. കാര്യം ഇതൊരു റിച്ച് മാൻസ് ഗെയിം ആണ് എന്തൊക്കെ പറഞ്ഞാലും. ഈ മറ്റേ ക്രിക്കറ്റ് ബോൾ സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അത് അഫക്ട് ചെയ്യും. അതായത് ഒരു പയ്യന്റെ ടാലന്റിനെ ഈ ഒരു ഫാക്ടറും അഫക്ട് ചെയ്യുന്നുണ്ട്. അത് ഫുള്ളി അങ്ങനെ പറയാൻ പറ്റില്ലടാ. ഇപ്പം നിനക്ക് അത്രയും ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ പോവാം. ഇപ്പം അങ്ങനെയുള്ള ആൾക്കാർ പോണവരും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് കിറ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ഫാമിലി സപ്പോർട്ടോടെ, അല്ലെങ്കിൽ നമ്മള് അതിനു വേണ്ടി അല്ലാതെ ഇറങ്ങി മറ്റേ പഴയ സെറ്റപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇറങ്ങണം. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ അതുകൊണ്ടൊന്നും അല്ല, ചിലപ്പോ അതിന് പോയാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ കുറച്ചും കൂടി ചിലപ്പം ഇമ്പ്രൂവ് ആയ നമ്മള് കുറച്ചും കൂടി പറയാൻ പറ്റില്ല. പോയി അത് കളിച്ചാലേ അറിയാം. കാര്യം അന്ന് സമ്മർ ക്യാമ്പിൽ ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്ക് ഞാൻ കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പുള്ളി തന്നെ പറഞ്ഞു യു ഹാവ് ടാലന്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് പറ്റൂല, അത് പരിപാടി നമുക്ക് പറ്റുന്ന പരിപാടിയാണ്. അതാണ് നിങ്ങൾക്ക് ഈ സ്പോർട്സിൽ മാത്രമേ ഈ ഇൻട്രസ്റ്റ് ഉള്ളായിരുന്നു, അല്ലാതെ വേറെ കലാപരമായിട്ടുള്ള ഒന്നും അന്ന് എനിക്കിപ്പോ നീ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് ഇഷ്ടം എന്റെ ഇത് കുക്കിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യായിരുന്ന കൊച്ചിലെ ഒരുപാട് കൊച്ചിലെന്നല്ല. ഇവൻ പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന്റെ കഴിക്കൂല. അത് ഈ അടുത്തിടയ്ക്കാണെന്ന് തോന്നുന്നു തന്നെ. ആരെയും കഴിക്കണ ഉണ്ടാക്കി നല്ല പ്രസന്റ് ചെയ്ത് ആരെയും കഴിക്കണ കണ്ടിട്ട് അവർക്ക് അങ്ങനെയല്ല, എടാ കഴിക്കട. അതെ, എന്തോ ഒരു കഴിക്കാൻ തോന്നൂല. ചിലപ്പോ ഉണ്ടാക്കണ അവൻ മടുത്തു പോയത് അങ്ങനെ ആവാം. ഡയലോഗ് ഉണ്ടല്ലോ തിലകം പറയണ മനസ്സും കൂടെ നടക്കാതാ. പക്ഷെ ഫുഡ് ഉണ്ടാക്കുമ്പോ ഞാൻ കഴിക്കും കേട്ടോ, എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നത്. അത് പിന്നെ ഇപ്പൊ ഞാൻ മാത്രം ഈ ഒരു ഫുഡ് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ വീട്ടിലൊറ്റയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. നീ ഒരു ഫുഡ് കൊണ്ടുവന്നു വെച്ചോ, ഇപ്പൊ ഞാൻ കഴിക്കണം, നിന്റെ അടുത്ത് ഓ വേണ്ട ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞ എനിക്കതൊരു ടേൺ ഓഫ് ആണ്. നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ നിൽക്കുകയാണ്, ഹോട്ടലിൽ നിന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം ആ ഉടമയും അതേപോലെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഒരു മറ്റേ +1 പഠിച്ചപ്പം ചായ കുടിക്കാൻ പോയില്ലേ, അപ്പോഴേ അവിടത്തെ ആള് അപ്പുറത്തെ കടയിൽ നിന്നാണ് ചായ കുടിക്കുന്നത്. ബേക്കറിയില് അപ്പൊ നമ്മൾ ആലോചിക്കും പുള്ളി ഇതിന് അപ്പുറത്ത് പോയത്, അതൊരു വിശ്വാസക്കുറവ്. അവിടുത്തെ ബോംബൂട്ടാണോ? ഞാൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഈ കിച്ചൺ അടഞ്ഞതല്ലേ, അപ്പം സ്മെല്ല് ഇതിന്റെ അതിന് നിൽക്കും. നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ സ്മെല്ലോ ടേസ്റ്റോ ഒന്നും കിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചാൽ പുറത്ത് പോയി നടക്കാൻ പോയിട്ട് വന്നിട്ടേ കഴിക്കുള്ളൂ, ഓഫ് ഡേ ആണെങ്കിൽ. ഈ ഒരു സാധനം കേട്ടിട്ടുണ്ട്, മറ്റേ ഈ പാചകത്തിനൊക്കെ നിൽക്കുന്നവര് പെട്ടെന്ന് കഴിക്കത്തില്ല. കാര്യം കുളിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ കഴിക്കുന്നത്. ആ സ്മെല്ല് ദേഹത്ത് ഡ്രസ്സിലൊക്കെ സ്മെല്ല് കാണും. അപ്പം അതെല്ലാം പോയി കഴിക്കാൻ തോന്നില്ല. പുറത്ത് നടക്കാനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സ്മെല്ലൊക്കെ മാറിയിരിക്കും. അപ്പൊ വരുമ്പോഴത്തേക്കും സ്മെല്ല് കിട്ടും. ആ ഉണ്ടാക്കി വെച്ച സാധനവും നല്ല കറക്റ്റ് പരുവത്തിനിരിക്കും. അപ്പൊ കഴിക്കുമ്പോൾ ഒരു ഇത് കിട്ടും. ഓക്കെ, അത് മനസ്സിലായി. പക്ഷെ എനിക്ക് തോന്നുന്നു BR പണ്ട് തൊട്ടേ അവനൊരു കഴിവ് അവൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 8-9 വെച്ചിട്ട് അവന് ഫ്ലൈറ്റ്സ് ഒക്കെ ഇഷ്ടമായിരുന്നു. അവന് പൈലറ്റ് ആവണമെന്നായിരുന്നു അവന്റെ ഇഷ്ടം അന്ന്. കൊച്ചിലെ അവൻ പറയുമായിരുന്നു പൈലറ്റ് ആവണമെന്ന്. അവന് പ്രത്യേകിച്ച് ഈ യുദ്ധവിമാനത്തിനോടായിരുന്നു കൂടുതൽ പ്രിയം. അതാരെന്നെങ്കിലും യുദ്ധവിമാനത്തിൽ കുറച്ച് അപകടങ്ങൾ പതിയിരിക്കുന്നത് കൊണ്ട് അവൻ കൊമേഴ്ഷ്യലില് ഇറങ്ങാൻ തയ്യാറായിരുന്നു. ഇല്ല തയ്യാറല്ലായിരുന്നു. ചുമ്മാ എനിക്ക് ഓർമ്മ 10ാം ക്ലാസ്. അത് ശരിക്കും പറഞ്ഞറിയാറുണ്ട്. അതൊക്കെ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് എടാ സംഭവം എന്ന് പറയുന്നത് അന്ന് ഓക്കെ എടാ നമുക്കിത് അറിഞ്ഞൂടെ എങ്ങനെയാവണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൈലറ്റ് ആവാൻ പറ്റുന്ന ഫിസിക്കൽ നമുക്ക് അറിഞ്ഞൂടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇടയ്ക്ക് ഒരു കോച്ചിങ്ങിന് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു നിനക്ക് ലെഗ് ലെങ്ത് ഇല്ല. ലെഗ് ലെങ്ത് ഒരു സാധനം വേണം. ഈ ലെഗ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാനൊരു സാറിനെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു ലെഗ് ലെങ്ത് വേണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ വിചാരിക്കുമ്പോഴേ ഇത് ഈ പാഡിൽ 2 അകത്തുണ്ട്, അത് ചവിട്ടാൻ പറ്റണം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അല്ല ഫ്ലാപ്പ് എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്. ഇപ്പം ഫൈറ്റർ പ്ലെയിൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല എനിക്ക് അറിഞ്ഞൂടാ. മറ്റേ കൊമേഴ്ഷ്യൽ നമുക്ക് സിനിമയെ കാണുമല്ലോ, ഫൈറ്റർ പ്ലെയിൻ നമുക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാനിങ്ങനെ വായിച്ചപ്പം അപ്പൊ അന്നൊക്കെ എനിക്ക് സമയം എന്ന് പറയുന്നത് ഈ ഫൈറ്റർ പ്ലെയിൻസ് പോകുന്ന ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ജെറ്റ് പോകുന്ന ഭയങ്കര സംഭവം. അതല്ല ആ ജെറ്റല്ല, അല്ലാതെ അന്ന് മറ്റേ സുഗോയി MiG-29 ഇങ്ങനെയുള്ള സംഭവമൊക്കെ ആയിരുന്നു ഇന്ത്യയിലേത്.
അപ്പം അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മുടെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ പറയുന്ന പോലെ പോയി പൈലറ്റ് ഇപ്പം അവിടെ പോയി മറ്റേ ഇഷ്ടംപോലെ ടെസ്റ്റൊക്കെ ഉണ്ട്. ഈ പറയുന്ന ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ എയർഫോഴ്സിന്റെ ടെസ്റ്റ് ഉണ്ട്, DGC. ഞാൻ അങ്ങനത്തെ കൊമേഴ്ഷ്യൽ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഈ ഒരു സാധനം ഭയങ്കര താല്പര്യം എന്ന് പറയുന്നത്. അപ്പൊ അൻഷാദൊക്കെ വരുമ്പോൾ ഞാൻ അൻഷൻ ചോദിക്കും, എടാ നീ ഇങ്ങനെ പോയിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ? അപ്പൊ അൻഷാദ് കുറെ കഥ പറയും, കൊള്ളാം. അപ്പം ഇതിനകത്തൊരു പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവം കുറെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് എനിക്ക് ഇത് എഴുതി ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്തൊക്കെ നമുക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടുമായിരുന്നു. പക്ഷെ കിട്ടിയിട്ട് ആസ് യൂഷ്വൽ ഞാൻ പോയില്ല. പക്ഷെ എനിക്കറിയാം ഫിസിക്കലായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് മൈൻഡിൽ അങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപകടം നിറഞ്ഞുകൊണ്ട് നീ എനിക്ക് സത്യം പറഞ്ഞ ആ ഒരു സാധനത്തിനോട് മാത്രമാണ് അത്ര ഒരു പേടി തോന്നാത്തത്. അതുകൊണ്ട് മാത്രം. കാരണം എനിക്കിത് ഭയങ്കര അത്ഭുതമായി ഈ സാധനം. ഓക്കെ, അപ്പൊ ഞാൻ പിന്നീട് കൂടുതൽ ചെയ്തതെന്ന് പറയുന്നത് ഇരുന്ന് ഇപ്പം എൻ്റെ എനിക്ക് തോന്നുന്നു പ്രോജക്റ്റ് ഭയങ്കര കോമഡിയാണ്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം വർക്കാവില്ലെന്ന് എനിക്കറിയാം. ഞാനത് എന്തിനും ചെയ്തെന്നുള്ളൂ എനിക്ക് അറിഞ്ഞൂടാ. കാരണം എൻ്റെ ഒരു ആകപ്പാട ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടൻ പ്രോജക്ട് ഹെഡ് ചെയ്യാന്ന് പറഞ്ഞു, ചെയ്തു. എന്ത് പ്രോജക്റ്റാണ് ചെയ്തതെന്ന് ഹെലികോപ്റ്റർ ഇന്നിപ്പം നമ്മുടെ ഡ്രോൺ കൊടുത്ത സാധനം ആ ടൈമില് 3 Idiots ഇല്ലേ, 3 Idiots അവര് പ്രോജക്ട് മറ്റേ ഡ്രോൺ ആയിരുന്നു. അതേപോലത്തെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് മൊത്തം തപ്പിയപ്പോൾ ഇതിന്റെ സാധനം ഒന്നും കിട്ടാനില്ല. നമുക്കന്ന് ഈ ഫ്ലൈറ്റ് കൺട്രോളിനെ കുറിച്ചൊന്നും വലിയ പിടിയൊന്നുമില്ല. അപ്പൊ ആകെ ഇന്ന് നമ്മൾ തന്നെ ഒരെണ്ണം ഇരുന്ന്, ഞാൻ ആ സമയത്ത് പൈതൺ എന്നൊരു ലാംഗ്വേജ് പുതിയ ആ സമയത്ത് വന്നതാണ്, ഇരുന്ന് പഠിക്കുന്നു, അതിരുന്ന് പ്രോഗ്രാം ചെയ്യുന്നു. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് 4 റോട്ടറുണ്ട്, 4 റോട്ടർ ഒരേപോലെ കറങ്ങിയാലേ പറ്റുള്ളൂ. അങ്ങനെ ലാസ്റ്റ് അത് ഫെയിലാന്ന് വെച്ചാൽ ഒന്ന് പൊങ്ങും, തപ്പോനെ പറഞ്ഞാൽ കടിക്കും. ഇത് ഫുള്ള് പൊങ്ങത്തില്ല. പിന്നെ കുറെ ഗൈറോസ്കോപ്പ് ഒന്നും അങ്ങനെ കുറെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത് നോക്കി. എന്നിട്ടും എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെയാണ് എൻ്റെ ചേട്ടൻ ആ സമയത്ത് ദുബായിൽ നിന്ന് വന്നു. പുള്ളി മരിച്ചു പോയപ്പം പുള്ളി എനിക്കൊരു വലിയൊരു ബുക്ക് കൊണ്ടുവന്നു. അപ്പം ആ ബുക്കിനകത്താണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം നടക്കേണ്ടത് സ്പ്ലിറ്റ് സെക്കൻഡിലാണ്. അപ്പം ഞാനിപ്പം വെച്ചിരിക്കുന്ന ആ ബോർഡ് ഇതിന് പറ്റത്തില്ല. കാരണം അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി ഇല്ല. ഇതിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ബോർഡുകളുണ്ട്. ഓക്കെ, ഇന്നിപ്പോൾ അതിനെ പറ്റിയ ബോർഡൊക്കെ വന്ന് കാണും. ഓക്കെ, ഇപ്പം ഇന്ന് ഇൻറ്റഗ്രേറ്റഡ് ആണ് സാധനം. സോ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഇത് പൊട്ടി. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഫൈനൽ ഇയർ പ്രോജക്റ്റ് ഇത് കൊണ്ടുപോയി. എന്നെ വിശ്വസിച്ച് ഒരു 3 പയ്യന്മാരും ഉണ്ടായിരുന്നു. ഗ്രൂപ്പാണ്. അങ്ങനെ കൊണ്ടുപോയിട്ട് പുള്ളി വന്നത് NIT വന്നത്. NIT വന്ന് പുള്ളി ഇങ്ങനെ വെച്ച് എന്താണ് സംഭവം ഇതൊക്കെ ചോദിച്ചു. അപ്പം അന്ന് ഈ പ്രോജക്റ്റ് ഒക്കെ അങ്ങനെ വലുതായിട്ടൊന്നും വന്നിട്ടില്ല. സംഭവം എനിക്ക് അതുകൊണ്ട് പുള്ളി ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു. കാരണം ഈ ഡ്രോൺ എന്ന് പറയുന്നതിന് മൾട്ടിപ്പിൾ പ്രോജക്ട്സിന്റെ കോമ്പിനേഷൻ, കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന കൺട്രോളർ വരുന്നുണ്ട്, ഈ പറയുന്ന മോട്ടോർ കൺട്രോളർ, അങ്ങനെ ഇഷ്ടംപോലെ ഇതിന്റെ കോമ്പിനേഷനാണ്. അതുകൊണ്ട് പുള്ളി എനിക്കതിന് 92 മാർക്ക് തന്നു. അതുകൊണ്ട് പക്ഷെ ആ പ്രോജക്റ്റ് കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചെന്നുള്ളതല്ല. പിന്നീട് എനിക്ക് വേറൊരു കമ്പനിയിൽ നമ്മുടെ അനന്തു പറഞ്ഞിട്ട് ഞാനൊരു കമ്പനി ജോലിക്ക് ആ സമയത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോയപ്പോൾ പുള്ളി എനിക്കന്ന് ജോലി തരാമെന്ന് പറഞ്ഞത് ഇതിന്റെ ഇത് കണ്ടിട്ടാണ്. ഞാൻ ചെയ്തിട്ടുള്ള ആ പ്രോജക്റ്റ് ഇത് കണ്ടിട്ടാണ്. നീ പ്രോഗ്രാം കുറച്ചുകൂടെ സെറ്റാക്കിയാൽ മതി. ഞാൻ അന്ന് ചെയ്തതെന്ന് പറയുന്നത് നമുക്ക് ഈ ലോക്കലായിട്ട് കിട്ടുന്ന കുറച്ച് മെറ്റീരിയലുണ്ട് ചെയ്ത്. അതുകൊണ്ടാണ് പുള്ളി അന്ന് എനിക്ക് തരാമെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഞാനത് വേറെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. പിന്നെ ആ ഏരിയ വിട്ട് വീട്ടിലോട്ട് പിന്നെ ഇതിന് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അത് വിട്ട്. പിന്നെ കുറച്ച് ആള് കുറെ ഇലക്ട്രോണിക് സാധനം ഉണ്ടാക്കി പാഷനായിട്ട് പിന്നെയാണ് മറ്റേ ബോട്ട് ഉണ്ടാക്കാനൊക്കെ കടന്ന് അതും കുറെ ഉണ്ടാക്കി പഠിച്ചപ്പോൾ മനസ്സിലായത് ഇത് ഇങ്ങനെയല്ല, കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണം. പിന്നെ കോമ്പോണൻസ് കിട്ടാൻ ഭയങ്കര അന്ന് കോവിഡ് സമയത്ത് പാടായിരുന്നു. പക്ഷെ ഇന്നാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ഇത് മൊത്തത്തിൽ വാങ്ങിച്ചെടുക്കാൻ പറ്റും സാധനങ്ങൾ. ഇപ്പൊ ഡ്രോണൊക്കെ സ്വന്തമായിട്ട് ആൾക്കാർ നമുക്ക് ഇതിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമുക്ക് ഈ ബോർഡ് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ ഇഷ്ടംപോലെ K-Series ബോർഡ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഇഷ്ടം, അതൊക്കെ വാങ്ങിച്ച് ഇപ്പം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈസിയാണ് കുറച്ചുകൂടെ. പക്ഷെ അക്കൂസിന്റെ ഈ ഡ്രോണിന്റെ കഥ അരുണിന്റെ ഒരു വർഷമുണ്ട്. അത് ഞാന് അരുണിനെ വിളിച്ചിട്ട് ഈ പ്രോജക്ട് ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവർക്കും, കാരണം അന്ന് ആ സമയത്ത് ഡ്രോൺ ഉണ്ടാക്കി ആരും ഇല്ല. ഇവ ഈ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും അത് എനിക്ക് തോന്നുന്നു വീട്ടിൽ വെച്ച് ഞാനും അനന്തവും അരുണും കൂടെ സാധനം ഞാൻ ഓൺ ചെയ്തിട്ട് ഇട്ട് ഇപ്പൊ നമ്മൾ പൊങ്ങുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഫാനൊക്കെ ഇങ്ങനെ നല്ല ഇതൊക്കെ വൈബ്രേഷൻ വരും. ഇങ്ങനെ വൈബ്രേഷൻ വന്നിട്ട്
അവരോട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നേരെ ഒരു ഫ്ലിപ്പ് അടിച്ചു. ഫ്ലിപ്പാണ് അടിച്ചത്. അപ്പൊ ആരും ചോദിച്ചു നിന്റെ ഡ്രോൺ ഇങ്ങനെയാണോ പോകുന്നത്, നടന്നാ പോകുന്നത്. അപ്പം എനിക്ക് അതിൽ തന്നെ നല്ല നഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് എനിക്കൊരു 60-65, കാരണം ആദ്യത്തെ ഇല്ല പടം കാണാൻ ഇല്ലടാ. പടം എന്ന് വെച്ചാൽ എന്റെ സിസ്റ്റത്തിനകത്ത് 2015 65 രൂപ. അന്ന് സ്വർണ്ണ ഒരു 3 ഓവർ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ന് അതൊരു ഞാൻ പറയണേ 6 ലക്ഷം അല്ല 3.5 ലക്ഷം 10 ഇരട്ടി ആവൂല. മേ ബി എനിക്ക് ഇൻഫ്ലേഷൻ നോക്കുമ്പോ ഇന്നിപ്പോ ചിലപ്പോ 1 ലക്ഷം രൂപ അത്രയായി കാണും. അന്ന് സംഭവം എന്ന് പറയുന്നത് നമ്മൾ 7 വർഷം കൊണ്ട് പൈസ നമ്മൾ 4 പേരെന്തോ ഉണ്ട് എല്ലാരും കൂടെ ഫണ്ട് ചെയ്ത. പക്ഷെ അവസാനത്തെ ബോർഡ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നത്. ഇതൊരു മറ്റേ അമ്മാവന്മാര് പറയുമ്പോൾ അന്നത്തെ 65,000 അല്ല ഇവനാണ് കുറച്ചേരം പറഞ്ഞ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇനിഷ്യേറ്റീവ് എടുത്തപ്പോ 65,000 ഞാൻ പറയണം അല്ല ഇന്നിപ്പം ഡ്രോൺ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഒന്ന് മാക്സിമം 60,000 മുടക്കി നിനക്കത് കംപ്ലീറ്റ് ചെയ്തൂടെ? എടേ കംപ്ലീറ്റ് ചെയ്യാൻ ഇനി ഈ ടെക്നോളജി അറിയാനുള്ള ആരും ആ സമയത്തില്ല. ഇനി അല്ലെങ്കിൽ ഞാൻ മറ്റേ 3 ഇഡിയറ്റ്സിന്റെ ആളെ നോക്കണം. പിന്നെ ഇപ്പൊ അതിന്റെ മോട്ടറുണ്ട്, ബാറ്ററി ഉണ്ട്. 250 കിട്ടും. അതല്ല നമുക്കത് ഓണാക്കി എടുത്താലേടാ. അത് ശരിയാണ്. നമുക്കത് നമ്മൾ ഫണ്ട് ചെയ്യാം. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അത് വീണ്ടും ഓൺ ചെയ്ത് ചെയ്യാം. എനിക്കിപ്പം ചെയ്യാം. നമുക്കിപ്പോ ചെയ്യാം. ഫണ്ട് വേണമെങ്കിൽ കഴിവ് എടാ പുതിയതായിട്ട് ചെയ്യാം. അത് വേണ്ട, അത് വിട്ടിട്ട് ഡ്രോൺ. എടാ അത് ഇനി ഒന്ന് ഞാൻ കാര്യം പറയണം. ഇനി ഇപ്പൊ എനിക്ക് ക്യാമറ കൂടെ വേണം നമുക്ക്. എനിക്ക് കാര്യം ഇപ്പൊ എന്റെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ അത് ചെയ്യാൻ പറ്റും വീണ്ടും. എനിക്ക് ഫണ്ടിന്റെ ഒരു പ്രശ്നമില്ല. ഞാൻ തന്നെ ഫണ്ടോടെ ചെയ്യും. പക്ഷെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം എന്ന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇനി ഒന്നേന്ന് റിസർച്ച് നടത്തി ഞാൻ ഈ ചൈനയിൽ നിന്നൊക്കെ മറ്റേ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അല്ല ഞാൻ പക്ഷെ ഈ ചില ആൾക്കാർ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളവര് ഈ ജോലി ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അറിയാലോ. ഇപ്പം 4 ദിവസം ട്രാവലാണ്, പിന്നെ 2 ദിവസം എനിക്ക് അത് ഇത് കൂടാതെ വേറെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ അതും കൂടെ എടുക്കാൻ എനിക്ക് പറ്റില്ല. കൂടെ പറ്റൂല, നടക്കൂല. എനിക്ക് ഉറങ്ങട്ടെ. അല്ലടാ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് പോയല്ലടാ. ഞാനത് ചെയ്യൂലെന്നല്ല, ചെയ്യും. പക്ഷെ എനിക്കിപ്പോ വേറൊരു ഇതുണ്ട്. ബോട്ടിന്റെ കാര്യം ചെയ്യാന്ന് പറഞ്ഞു. കാർത്തിക്കിന്റെ വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ബോട്ട് ഒരു പ്രാവശ്യം ട്രയൽ റണ്ണ് മറ്റേ പറമ്പിന്റെ കുളത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് പോയി അല്ലേ, റിമോട്ടൊക്കെ വെച്ച് അത് പോയി. ആ റിമോട്ട് ഞാൻ തനിയെ ഉണ്ടാക്കിയാണ്. നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടായ. അന്ന് നമ്മുടെ സിസ്റ്റം പോലും ഇല്ല. ചെയ്യുമായിരുന്നു മറ്റേ ഫ്ലാപ്പ് ഒക്കെ അന്ന് പറമ്പില് ഉണ്ടായിരുന്നു. എടാ മറ്റേ അന്ന് അരുൺ എടുത്ത് വെച്ച് ബോട്ടാണ് ആർട്ട് വർക്ക് ചെയ്ത് വെച്ച ബോട്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകുന്ന നമ്മൾ കുറെ കാര്യം പഠിക്കും. ഇപ്പം അന്ന് ഇവന്റെ പറമ്പിൽ ആ ബോട്ട് ഓടിച്ച സമയത്ത് എനിക്ക് നമ്മളെല്ലാം സക്സസ് ആവണമെന്നില്ല. ചിലത് തോറ്റാലും നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. ഇതിലിപ്പം നിനക്ക് പാകപ്പിഴകളൊന്ന് പഠിക്കാൻ പറ്റി. മനസ്സിലായി. അങ്ങനെ നമ്മളിപ്പോ ഒരു കാറ് ഇതിലിറങ്ങൂലേ, അത് തന്നെ എന്തുമാത്രം തട്ടേമുട്ടയല്ല, കാറ് മാനുഫാക്ചർ ചെയ്ത് അവര് റീകോൾ ചെയ്യും, അതിൽ കംപ്ലൈന്റ് വരും, R&D അതങ്ങനെ തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടും നമുക്ക്. പണ്ടൊക്കെ അത്രയും സപ്പോർട്ട് കിട്ടാൻ ഭയങ്കര 65,000 രൂപ ആവൂല ഇപ്പൊ. ഇപ്പൊ 60,000 ഇല്ല. ഇപ്പൊ 60,000 ഉണ്ടെങ്കിൽ നമുക്ക് DJ ഇത് വാങ്ങിക്കാം, നല്ല ഡ്രോൺ കിട്ടും. എന്തിനാ ഞാൻ ഉണ്ടാക്കുന്നത് വേറെ സാധനം വാങ്ങിക്കുന്നതാണ് അത് വേറെ. ഗോൾഗട്ടിയ യൂണിവേഴ്സിറ്റി പോലെ എന്റെ ഒരു ഇതാണ് ഇത്, വീഡിയോയുടെ കണ്ടന്റിന്റെ ഇതല്ല സംഭവം. ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കണതുണ്ടല്ലോ, കാണാൻ നല്ല രസമാണ്. ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് ഉണ്ടാക്കാം. നമ്മളെ സഹായിക്കാം, നമുക്കിവിടെ ബിൽഡ് ചെയ്യാം. എല്ലാവരും ഈക്വൽ റെസ്പോൺസിബിലിറ്റി എടുക്കാം. നിന്റെ തലയിൽ ഇടൂല. ഫെയിൽ ആയാൽ നമ്മൾ എടുക്കാം. താല്പര്യമുണ്ടോ? ജൂൺ കഴിഞ്ഞ് നോക്കാം.
ജൂണ് അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നീ നേരത്തെ പറഞ്ഞില്ലേ പൈലറ്റ് ആവാനുള്ള സംഭവം. അത് എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ എയർമാൻ ആയിട്ട് പണ്ടൊരു പരീക്ഷ എഴുതാൻ പോയി. അപ്പൊ ഞാൻ വിചാരിച്ച കിട്ടൂലായിരിക്കുന്നു, ഇവരാരും വിളിച്ചപ്പോ പോയില്ല, ടൈമിലായിരുന്നു അവൻ പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ അവൻ പോയി എഴുതി, അവന് കിട്ടിയത്. അവൻ പറഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു, മറ്റേ എയർമാൻ ആയിട്ട് കിട്ടി. അവൻ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ അവൻ കണ്ട് അവിടെ പുറത്തെവിടെയായിരുന്നു പോസ്റ്റിംഗ്. അപ്പൊ ഇതേപോലെ രാജീവ് ഗാന്ധി ഇന്ദിര എന്തോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഒരു ഫ്ലൈയിങ്ങിന്റെ. അപ്പൊ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് അവൻ പിന്നെ പഠിക്കാൻ പോയി. എന്നിട്ട് അവൻ പൈലറ്റായി. ഞാൻ പോയി കണ്ടൊക്കെ ഉണ്ട്. അപ്പം അവനത് ഇഷ്ടമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് എയറോനോട്ടിക്കലാണ് എടുക്കാൻ പോകുന്നത്. പക്ഷേ എയറോനോട്ടിക്കൽ കിട്ടിയില്ല. അന്നത്തെ മാർക്കിന്റെ വെച്ച് എനിക്ക് ഇലക്ട്രിക്കലാണ് കിട്ടിയത്. വേറെ എന്തോ സ്പെഷ്യൽ ഇതല്ലേ? ഇല്ല അല്ല ഇവ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് പോയത്. പ്ലസ് ടു മതി പൈലറ്റ്. അല്ല അത് മറ്റേ എനിക്ക് തോന്നുന്നു ഡൽഹിയിലൊരു ഇതുണ്ട്, എനിക്ക് രാജീവ് ഗാന്ധിയാണെന്ന് തോന്നുന്നു. അവിടെ രാജീവ് ഗാന്ധി ഇന്ദിര എനിക്ക് ഓർമ്മയില്ല. അവിടെ എനിക്ക് തോന്നുന്നു ആ ഭാഗത്ത് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ പോകും. പക്ഷെ എത്ര രൂപ കൊടുക്കണം, പൈസ കൊടുക്കണം. ആ സമയത്ത് നമ്മളതിൽ ഇത്രയും പൈസ ഒന്നുമില്ല. അപ്പം അതുപോലെ നമ്മളിത് പറയുമ്പോൾ എല്ലാരും ഇത് തമാശയായിട്ടേ കാണത്തുള്ളൂ. ഇതെന്തോന്ന് ഇങ്ങനെ അന്ന് നമ്മളെ നല്ലൊരു ആൾക്കാരൊരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ. ഞാനിപ്പം പഠിപ്പിക്കാൻ പോയാണ്, ഞാൻ കുറ്റം പറയുന്നതല്ല, മിക്ക വരുന്ന പാരൻസും മക്കളെ സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാരനാക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് ജോലി, ഏതെങ്കിലും ഗവൺമെന്റ് ജോലിക്കാരനാണ്. ഓക്കെ, പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ടത് ഈ വരുന്ന പിള്ളേർക്ക് എല്ലാവരും ഒരുപോലെയല്ല. ഇപ്പം എനിക്കിപ്പം ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ എനിക്ക് ഒരു കുട്ടിയെ കാണുമ്പോൾ അറിയാം ഇവനെ കൊണ്ട് ഇത് പറ്റുമോ പറ്റൂലെന്ന് എനിക്കറിയാൻ പറ്റും. നമ്മൾ ആദ്യം ഒന്ന് മാക്സിമം നോക്കും ഇവനെ കൊണ്ട്, പക്ഷേ നമുക്ക് കുറച്ചേരം മനസ്സിലാവും പറ്റൂല. ഞാൻ ഇപ്പൊ പറയും, ഇപ്പൊ ചില പിള്ളേർ വന്നിട്ട് താല്പര്യം കാണത്തില്ല, അവൻ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വയ്ക്കും. ഞാൻ അങ്ങനെ ഒരു 2-3 തവണ പറഞ്ഞിട്ടുണ്ട്. സോ അതിലൊരാളിപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പെങ്കൊച്ചാണ്, ട്രിവാൻഡ്രത്തുള്ളതാണ്. പുള്ളിക്കാരെ എൻ്റെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിക്കാരി കുറച്ച് എന്തോ വയ്യാത്തൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും വന്നു, പുള്ളിക്കാരി കൊണ്ട് പറ്റുന്നില്ല. ഇത്രയും ഹെവി സാധനമാണ് പഠിക്കാനായിട്ടുള്ളത്. ഇപ്പം PSCയെക്കാളും കുറച്ചുകൂടെ ഹെവിയാണ് SSC എന്ന് പറയുന്നത്. SSC പുള്ളിയെ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്കൊരു പിള്ളേരെ കാണുമ്പോൾ അറിയാം, എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചേർഡ് ലെവലിൽ വരുന്ന പിള്ളേരെ കൊണ്ടേ ഇത് പറ്റത്തുള്ളൂ. എനിക്കിത് വേണമെന്ന് പറയുന്ന പിള്ളേരെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അവളുടെ പറഞ്ഞു, നിനക്ക് പറ്റൂലെങ്കിൽ നിർത്തിക്കോ, ഞാൻ വേണമെങ്കിൽ വീട്ടിൽ പറയാം, ഞാൻ അമ്മയോട് സംസാരിക്കാം എന്ന് പറയും. അത് കഴിഞ്ഞ് അവൾ നിർത്തിപ്പോയി. എൻ്റെ എൻട്രോ ഒന്നും കൂടെ വന്നിട്ട് ചോദിച്ചു, ഒരിക്കൽ കൂടെ വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല നിന്നെ കൊണ്ട് ഇത് പറ്റുമെന്നുള്ളത്, കാരണം അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം നിനക്ക് എന്താണ്? അപ്പോൾ അവൾക്ക് പറഞ്ഞു അവൾക്ക് കൃഷിയാണ് താല്പര്യം എന്ന് പറഞ്ഞു. നീ എനിക്കത് ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അന്നത്തേൽ പറഞ്ഞതാണ്. പക്ഷേ അവൾ പോയിട്ട് കൂൺ ബിസിനസ് തുടങ്ങി. ഇപ്പം അവൾ സക്സസ്ഫുൾ ആണ്. ഇടയ്ക്ക് മറ്റേ ഫോട്ടോയൊക്കെ വരും പത്രത്തിലൊക്കെ, യുവ കർഷക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനാണ് പറയുന്നത്, എനിക്ക് ഇവിടെ ഉള്ളതാണ്. ഞാനപ്പം പുള്ളിക്കാരെ പറയാറുണ്ട്, ഇപ്പോൾ പിള്ളേരുടെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് നിങ്ങൾ ചൂസ് ചെയ്യണം. കാരണം ഇപ്പം കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം പറ്റത്തില്ല. ഇപ്പം ഞാനിപ്പോൾ PSC പഠിക്കുന്ന ആളാണ്. ഇതിപ്പം എനിക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടാവണം. ഓക്കെ, അതായത് ഇപ്പം അച്ഛനമ്മമാർക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, ഇതുണ്ടാവേണ്ടത് പിള്ളേർക്കാണ്. അങ്ങനെയുള്ള പിള്ളേരുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അക്ഷയ് എന്ന് പറയും. പുള്ളി വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് പറയാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത്രയും ഒരു സെൻസിറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവൻ എനിക്ക് തോന്നുന്നു 23 വയസ്സേ ഉള്ളൂ. അവൻ ഇരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് അത്രത്തോളം ഹൈ ആണ്. കാരണം അവൻ അത്രയും താല്പര്യമുണ്ട്. ഇപ്പം വേറെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, അമൽ എന്ന് പറയും. ഓക്കെ, പുള്ളി ഇപ്പം ചെയ്യുന്നത്, അവൻ ആദ്യം സെക്കൻഡ് അറ്റംപ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ഒരു ജോലി കിട്ടി, പോയില്ല. കാരണം അവന് ആ ജോലി വേണ്ട, അവന് വേണ്ടത് ഹയറാണ്. അപ്പം അങ്ങനെയുള്ള പിള്ളേരുള്ള സെറ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പം പഠിക്കാനായിട്ട് വരുന്ന ആൾക്കാരും ആ ഒരു മൈൻഡ് സെറ്റ് വരണം, കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ് കാണണം. അതാണ് ഒരു പ്രശ്നം. പിന്നെ മാക്സിമം എന്ന് പറയുന്നത് ഈ ടീച്ചർമാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എൻ്റെ അഭിപ്രായത്തിൽ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അവർ പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക്, നിങ്ങളുടെ പോരായ്മ ഇതാണ്, നിങ്ങൾക്ക് ഇത് പറ്റാം. പിള്ളേരെ അനലൈസ് ചെയ്യാൻ പറ്റണം. അതാണ് ആദ്യം ടീച്ചറിന് വേണ്ടത്. അല്ലാതെ പോയിരുന്നിട്ട് ഇത് പഠിക്കുക അത് പഠിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാണ്? തിയേറ്ററിൽ തന്നെ കൈയടി വീണ. നമ്മുടെ സ്കൂളിലൊക്കെ ഈ കരിയർ കൗൺസിലിംഗിന്റെ ഒരു സാധനം ഇല്ല, ഭയങ്കര ഞാൻ കാര്യം പറയട്ടെ. ഞാന് എന്റെ സ്കൂളിൽ അതല്ല ഇവിടെ ചെയ്യണത്, അല്ല എന്റെ സ്കൂളിൽ എനിക്ക് തോന്നിയില്ല. എനിക്ക് പറയാൻ അന്ന് നമ്മുടെ സ്കൂളിൽ അന്ന് കിട്ടിയ മറന്നു വേണം, അന്ന് കിട്ടിയ എഡ്യൂക്കേഷൻ അത്ര പ്രോപ്പർ എനിക്ക് തോന്നുന്നില്ല. പഠിപ്പിച്ചത് പലതും കുറെയൊക്കെ അത്ര ചില കറക്റ്റ് രീതിയിലൊന്നും അല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം. കാരണം ഞാൻ പഠിപ്പിക്കുന്നത് കറക്റ്റ് എന്നല്ല പറയുന്നത്, പക്ഷേ എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത്. എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ മാറ്റിയാൽ കൊള്ളായിരിക്കും. പിള്ളേർ കുറച്ചുകൂടെ അവരെ ഇഷ്ടം എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ഇത് കൊടുക്കണം. അതാണ് നല്ലത്. ചുമ്മാ വന്നിട്ട്
അല്ല, അത് എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നമ്മളുടെ ഞാനൊരു സാധനം കണ്ടുപിടിക്കുക. ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ സ്കൂളിനെയോ അല്ലെങ്കിൽ ആരെയും ബ്ലെയിം ചെയ്യാണ്ട് ഇപ്പൊ 33 വയസ്സായി. അപ്പൊ എനിക്ക് ഇപ്പൊ എന്തുകൊണ്ടാണ് ഒരു സാധനം എന്റെ ഹോബി അല്ലെങ്കിൽ ഇപ്പൊ അവന്റെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു സാധനം അവൻ കണ്ടുപിടിച്ചു. ഇപ്പൊ ഉല്ലാസ് പറഞ്ഞില്ലേ, എനിക്കത് എന്തുകൊണ്ട് കിട്ടുന്നില്ല? അല്ലെങ്കിൽ കുറെ ആൾക്കാർ ഇല്ലേ, ഞാൻ ചോദിക്കുന്നത് കുറെ ആൾക്കാർ ഇങ്ങനെ കാണുമല്ലോ ഇപ്പം ഇപ്പോഴും ഹോബി കണ്ടുപിടിക്കാത്തയോ അല്ലെങ്കിൽ എന്താണ് എന്റെ ജീവിത ലക്ഷ്യം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെ. അപ്പൊ ആ ഒരു ഇപ്പം ഒരു ഹാപ്പിനെസ് കിട്ടാത്തൊരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പം എന്ത് ചെയ്താലും ഒരു ഫുൾഫിൽനെസ് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലാതെ ഉണ്ടല്ലോ. അതിപ്പോ നമുക്കിപ്പം സ്കൂളിൽ ഒരു പരിധി കാണുമായിരിക്കും, പക്ഷെ അത് നമ്മൾ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. കാര്യം നമ്മളിപ്പോ ഒരു അഡൾട്ടാണ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇവൻ നേരത്തെ പറഞ്ഞ കറക്റ്റ്. ഏതെങ്കിലും ഒരു മൊമെന്റിൽ മാത്രമേ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ അതാണ് നമ്മുടെ ഒരു പാഷൻ എന്നുള്ള ഒരു സാധനം റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഓരോ സാധനവും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്നും ട്രൈ ഔട്ട് ചെയ്യുന്ന കാര്യമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം അറ്റ്ലീസ്റ്റ് ഞാൻ പറയാം, നേരത്തെ പഠിപ്പിക്കുന്ന കാര്യം, ഞാൻ പിള്ളേരോട് പറയുന്ന കാര്യം, നിങ്ങൾ ഡെയിലി ആദ്യം ഒരു 30 മിനിറ്റ് പഠിച്ചു നോക്ക്. ഞാനിപ്പോൾ പറയാണ്, നാളെ പോയി ഞാൻ വലിയ ടൈം ടേബിൾ എടുത്തിട്ട് നിങ്ങൾ നാളെ ഇത് മൊത്തം പഠിച്ചിട്ട് വരണം. അതെല്ലാം കൂടെ 5 മണിക്കൂർ ടോപ്പിക്ക്. ഇപ്പം ഞാൻ ശ്രീകാന്ത് പറയണം പഠിപ്പിക്കാനായിട്ട്. ഇവൻ എങ്ങനെയാണ് ഈ 5 മണിക്കൂർ നാളെ പോയി പുൾ ഓഫ് ചെയ്യുന്നത്? ഈ ബ്രെയിൻ എന്ന് പറയുന്ന സാധനം ട്രെയിൻ ചെയ്യണ്ടേ? അപ്പോൾ ആദ്യം ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന ആളെ, ഞാനിപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ആകെ ഇപ്പം മാക്സിമം പഠിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഞാൻ എത്ര വലിയ സാറാണെങ്കിലും എനിക്ക് എൻ്റെ മുകളിൽ പോകാൻ പറ്റൂല. കാരണം എല്ലാവർക്കും ഈ ബ്രെയിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് വരണം. അപ്പം ആദ്യം ഒന്ന് നമ്മൾ ചെയ്തു നോക്കണം. അതൊക്കെ പറ്റൂല എന്ന് കണ്ടാൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഓക്കെ ശരി എങ്കിൽ നിങ്ങൾ നോക്കണ്ട, വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്ക്. അല്ലടാ, നീ ഇപ്പൊ പറഞ്ഞുകൊണ്ട് നമ്മൾ കൊച്ചുള്ളവരെ ട്രെയിൻ ചെയ്യണതും അങ്ങനത്തെ അല്ലെങ്കിൽ പഠിക്കുന്ന സാധനമാണ്. നമ്മൾ സത്യം പറഞ്ഞ ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞ് കൂടിയിട്ടുള്ളത് നമ്മൾ ഈ ആസ് ആൻ അഡൽട്ട്, നമ്മളുടെ പ്രായത്തിലുള്ള അഡൽട്ട് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്താണ് പറ്റുന്നതെന്നുള്ളത്. നിങ്ങളുടെ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു അപ്പം മറ്റേ ഉപബോധം മനസ്സിലാത്ത എന്തെങ്കിലും ഒരു ആഗ്രഹം കാണൂലേ, ഇത് ചെയ്യണം, അത് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പൊ വിനുവിന് ഇപ്പം ഗെയിമിംഗ് ചാനൽ തുടങ്ങണം, ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോ എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ നമ്മൾ ഈ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ടിൽ വരാത്തതുകൊണ്ട് നമ്മൾ ആ ട്രൈ ചെയ്യണത് നമുക്ക് ചില സാധനങ്ങൾ ഇപ്പൊ എനിക്ക് എന്റെ ഒരു മനസ്സിൽ ഇപ്പൊ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് റിസൾട്ട് വി ലൈക്ക് ടു ഡു. ഇപ്പൊ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിലാണ് ഇഷ്ടം, അല്ലാതെ അതിന്റെ റിസൾട്ട് എന്താവും എന്നുള്ളതിലല്ല കാര്യം. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം എന്താണെന്നുള്ളത് റിസൾട്ട് ഓറിയന്റഡ്, റിസൾട്ട് പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനത്തിൽ എത്തിപ്പെട്ട് പ്രോസസ് മനസ്സിലായി. നമ്മൾ എല്ലാ ദിവസവും അത് ചെയ്താലും നമുക്ക് വലിയ മടുപ്പൊന്നും വരരുത്. അങ്ങനത്തെ ഒരു സാധനം, പക്ഷെ അങ്ങനത്തെ ഒരു സാധനം ചെയ്യുമ്പോഴേ നമ്മൾ റിവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷെ റിവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ ആ റിവാർഡ് ഇല്ലെങ്കിൽ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചിലപ്പോ അങ്ങനെ ഒരു കിട്ടണമെന്നില്ല നമുക്ക്. ഇപ്പൊ ഞാൻ ഇതൊരു കരിയർ ആക്കാനല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ എനിക്കൊരു ജോലിയുണ്ട്, പക്ഷെ അതല്ലാണ്ട് ഇപ്പൊ എനിക്കൊരു മനസ്സിന് ചില ആൾക്കാരുണ്ട് വലിയ ജോലി ഉണ്ടെങ്കിൽ പോലും അവർക്ക് ചിലപ്പോ കാർപ്പൻട്രി ചെയ്യുമ്പോഴായിരിക്കും ഒരു സമാധാനം. അവര് വീട്ടിൽ പോയിട്ട് ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്റെ കൂട്ടുന്നുണ്ട് കുട്ടു, അവൻ ഇത് കണക്ക് തന്നെ ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസ് വെച്ച് കണ്ടുപോയല്ലേ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇതിന്റെ പരിപാടി. ഇപ്പോഴും അവന്റെ ജോലി വിഷ്ണുവിനെ തോന്നിയിട്ടുണ്ട്. വിഷ്ണുവിന് പണ്ട് തൊട്ടേ ഇത് ഭയങ്കര ഇഷ്ടമാണ്, മെക്കാനിക്കൽ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സ്പോർട്ടും ഇഷ്ടമാണ്, ആ ഒരു റേസിംഗും അതേപോലെ ഓഫ് റോഡിങ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ നന്നായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അരുണ് പണ്ട് തൊട്ടേ അരുൺ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി, കുറെ നാൾ ഡീവിയേറ്റ് ചെയ്ത് അവൻ വേറൊരു ഫീൽഡിലോട്ട് പോയിട്ട് അവൻ പിന്നെ തിരിച്ച് ആ സാധനത്തിലോട്ട് വന്നു. അതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് അരുണിന്റെ. അരുണും പറഞ്ഞിട്ടുണ്ട് അത് വരയ്ക്കണോണ്ട് എത്ര ജോലി എത്ര ടൈം ഉണ്ടായാലും അവനതൊരു തോന്നൂല, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ യവൻ പറഞ്ഞ നേരത്തെ ഒരു സാധനമുണ്ട്, ഇപ്പൊ എല്ലാ സാധനങ്ങളും നമുക്ക് റിവാർഡ് ചെയ്യണമെന്നില്ല. ചിലപ്പോ നിങ്ങൾക്ക് ബ്രെഡ് തരുന്നത് വേറൊരു വർക്കായിരിക്കും, അത് ചെയ്യുക, എന്നിട്ട് ബാക്കി നിങ്ങളുടെ മാനസിക ഉല്ലാസത്തിനും ഇതിനും വേണ്ടി വേറൊരു സാധനം കണ്ടുപിടിക്കുക. അതും ഒരു ഓപ്ഷനാണ്. അല്ലാതെ എല്ലാരും ഇപ്പം എല്ലാത്തിലും നമുക്ക് എക്സൽ ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പൊ ചിലര് നോക്കുമ്പോഴത്തേക്കും ഒരു മര്യാദ ക്രിക്കറ്റിനെ വിളിച്ചിട്ട് സച്ചിൻ ടെണ്ടുൽക്കറിനെ പിടിച്ച്
കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റൂല. അത് എല്ലാവർക്കും അങ്ങനെ. ഇപ്പൊ ഇച്ചിരി നല്ല ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ അവരെ നോക്കിയാലും മതി. അവരൊക്കെ കുറച്ചുകൂടി ഈ ബിസിനസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അവന്മാരെ ഇത്തിരി സക്സസ്ഫുൾ ആവും. ബാക്കി അല്ലാണ്ട് ചുമ്മാ പൈസ ഉണ്ടാക്കാൻ അല്ല ആ ഒരു ഫോഴ്സ്ഫുള്ളി ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ സക്സസ് ആവൂല. അവർ മിക്കവാറും നിർത്തിയിട്ട് പോകാനായിരിക്കും സാധ്യത. പിന്നെ ഇത് കൊണ്ടടാ ഈ സക്സസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഇപ്പം ചിലരിപ്പം മര്യാദയ്ക്ക് ഒരു സാധനം ചെയ്തുകൊണ്ട് പോവുമായിരിക്കും, ഒരു എന്തെങ്കിലും ഒരു ബിസിനസ്. അപ്പൊ ചിലപ്പോൾ അവരെ കമ്പയർ ചെയ്യണത്, ചിലപ്പോൾ അവര് കോൺസ്റ്റന്റ് ആയിട്ട് കമ്പയർ ചെയ്യണത് അംബാനിയെയോ അല്ലെങ്കിൽ ഈ ഭയങ്കര തലപ്പത്തിക്കുന്ന ആൾക്കാരായിരിക്കും. എന്നിട്ട് അവര് തന്നെ അവരെ കോൺസ്റ്റന്റ് ആയിട്ട് പറയും നിങ്ങളൊരു ഫെയിലർ ആണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അതായത് ഇപ്പൊ മര്യാദയ്ക്ക് അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് പോണൊരു ഇതായിരിക്കും, ബിസിനസ് ആവാം, മേ ബി ഒരു IT ജോബ് ആവാം, അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആവാം, എന്തുവേണോ ആവാം. പക്ഷെ അവര് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള സാധനത്തിനായിരിക്കും ആദ്യം കണ്ടുപിടിക്കുന്നത്. ചിലപ്പോൾ സൊമാറ്റോയോ മറ്റേ അങ്ങേരെയോ അല്ലെങ്കിൽ ക്രെഡിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ പറയുന്ന പോലെ ഈ അല്ല കോൺസ്റ്റന്റ് കമ്പാരിസൺ എന്നൊരു സാധനം ഉണ്ട് ഇവിടെ. അല്ല എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഈ ഒരു സിനിമ കാണുമ്പം എനിക്ക് അതുപോലെ ആവണം. ഇപ്പം ഒരു പാവം പറഞ്ഞ പോലെ നേരത്തെ മറ്റേ IAS ആവുന്നു. അപ്പൊ വിചാരിക്കും എനിക്ക് IAS എടുത്താലോ. അപ്പൊ പിന്നെ വേറൊരു സിനിമയാണ് ആ ഒരു മെയിൻ ക്യാരക്ടർ സാധനം നമ്മൾ തന്നെ പിടിക്കുന്ന സംഭവം. അപ്പൊ അതുപോലത്തെ സംഭവമായിരിക്കുമല്ലോ ഇതും. ഈ ഇപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കുറെ സ്റ്റോറീസ് കാണുമ്പോൾ ഓക്കെ എനിക്ക് അത് പിടിക്കാം, ഞാനും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം. ഇൻസ്പയർഡ് അല്ല ഇത് ആൾക്കാരും പറയൂടെ കമ്പാരിസൺ ഒരു സാധനമുണ്ട്. അതായത് സക്സസ് എന്ന് പറയുന്നത് നമ്മളല്ലേ നമ്മുടെ സക്സസ് സത്യം പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യാനുള്ളത്. ഇപ്പൊ നമ്മളിപ്പം ഹാപ്പിനെസ് ആണ് ഒരു സാധനത്തിന്റെ, നമ്മൾ എത്രത്തോളം ഫുൾഫിൽഡ് ആണ്, സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് നോക്കണം. ചിലർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈവൻ ദോ അവർ നല്ലൊരു ലൈഫ് ആണെങ്കിലും വേറെ ആരെങ്കിലും വെച്ച് കമ്പയർ ചെയ്തിട്ടായിരിക്കും സെയിം ഫീൽഡിലുള്ള വേറെ ഒരാളെ ഭയങ്കര കിടിലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കമ്പയർ ചെയ്തിട്ടായിരിക്കും പറയണത് നീ ഒരു ഫെയിലിയർ ആണെന്ന്. അത് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ തന്നെ അവർ റിലീസ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവാനും ചാൻസ് ഉണ്ട്. അങ്ങനത്തെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അതിനെന്ത് പറയണ ഈ ഭയങ്കര സക്സസ് ആയ ആൾക്കാരെ വെച്ച് മാത്രം കമ്പയർ ചെയ്തിട്ട് ഈ ലൈഫ് ഇതാക്കണത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അത് വേറെ. ഇതൊരു എനിക്ക് തോന്നുന്നു ഇത് റീസെന്റ് ആണ് വരുന്നത്, ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷമുള്ള. പക്ഷെ അതൊരു സ്വന്തം ഇതില് ഒരു ഗ്രേറ്റ്ഫുൾ ആവണ്ടേ, എന്നാലല്ലേ ഒരു ഇത് കിട്ടുള്ളൂ. അല്ലാതെ എപ്പോഴും ഹൈ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എവിടെ കിട്ടാവൂല. നിങ്ങൾ ഒരിക്കലും അല്ല അത് ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ. പ്രോസസ് ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്നെങ്കിൽ എന്ത് ലേൺ ചെയ്തു എന്നുള്ളതല്ലേ അവർ ആലോചിക്കും, അല്ലാണ്ട് എന്ത് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് ആലോചിക്കില്ലല്ലോ. നമ്മളെ കാര്യം തന്നെ നോക്ക്. ഇപ്പൊ നമ്മള് പോഡ്കാസ്റ്റ് ആദ്യം ചെയ്തില്ലേ, ആദ്യം ചെയ്തപ്പോഴ് അതിൻ്റെ കൂടെ ഉള്ള ഒരു ഇന്റലക്ട് ചെയ്തപ്പോ അതിൻ്റെ കൂടെ ഉള്ള ഒരു ആൾക്കാർ കാണുന്ന കുറച്ച് കഴിഞ്ഞപ്പോ ലാസ്റ്റ് ആയപ്പോ കുറച്ച് ഒരു വർക്ക് പോലായി, ഒരു ഇതുപോലായി, എന്താ പറയാ, ഒരു മോണോട്ടോണസ് പോലായി, മെക്കാനിക്കലായിട്ടായി. അപ്പോഴും നമ്മളൊരു ക്വാളിറ്റിയും കുറഞ്ഞ് കുറെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ആ ഒരു സാധനമുണ്ട്. ഞാൻ കഴിഞ്ഞോട്ടെ, ഇപ്പം ചെയ്യുന്ന കാര്യത്തിനകത്ത് ഒരു പുതുമ കൊണ്ടുവന്ന നമുക്ക് വീണ്ടും ഫോർ എക്സാമ്പിൾ ഇഗ്നേറ്റ്. കാരണം ഇപ്പം ഞാനിപ്പം പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറയട്ടെ, ഇത് വലിയ എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പം എനിക്ക് തന്നെ സ്ഥിരം ഒരേ കണ്ടന്റ് മടുക്കും. അപ്പം ഞാൻ ഒരു രണ്ടാഴ്ച ഒരു മാസം ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഇന്നോവേറ്റ് ചെയ്യും. ഈ സാധനത്തിനകത്ത് വീണ്ടും പുതിയ കണ്ടന്റ് പുതിയ കഥകളും കയറ്റും ഞാൻ. അപ്പം എനിക്ക് ഓക്കെയാണ്. ഞാനിപ്പോൾ ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ചില പിള്ളേർ പറയാറുണ്ട് അവർക്ക് കിട്ടിയ പോയിന്റ് ഇത് കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ പുതുക്കൊണ്ടേയിരിക്കും. കാരണം ഈ ഫീൽഡിലൊക്കെ നിൽക്കുമ്പോൾ പുതുമ കൊണ്ടുവന്നാൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സാധനമാണ് ഇപ്പൊ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കും മറ്റേ മിനിയേച്ചർ ഇപ്പൊ എടുക്കുന്നില്ല എന്ന്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ചെയ്ത് വന്ന് ഒരു ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് അത് പിന്നെ അതില് പുതുമ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ചെയ്യാനായിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് നൈസായിട്ട് അതിന്റെ ഫ്രീക്വൻസി കുറച്ച് അതിനെ ഒതുക്കിയത്. എന്നിട്ട് എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ ഇപ്പൊ പുതുതായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പുതുമ കൊണ്ടുവന്നാൽ നമുക്ക് ക്യൂരിയോസിറ്റി കൂടും. ആ കൊള്ളാം, ഇത് വർക്കായി, അപ്പൊ ഇത് അടുത്ത പിള്ളേരിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും, അടുത്ത ബാച്ചിലെടുത്ത് പോയി ഇതേ പരിപാടി. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ ഇതും എന്തായിട്ട് മാറും, നമുക്ക് ഇതിന്റെ ഇൻട്രസ്റ്റ് പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോഴും ഇതിനെ ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്ക് അതില് നമുക്ക് ഇങ്ങനെ പുതിയ സാധനങ്ങൾ വന്നു കഴിഞ്ഞാലേ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. ഒരേ സാധനം നമ്മൾ ചെയ്തുകൊണ്ട് ഇപ്പൊ ചില ക്ലറിക്കൽ ജോബ്സ് ഒക്കെ ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ ഭയങ്കര മടുപ്പ് വരും അവർക്ക്. അത് നമ്മൾ വേറൊരു സാധനം പുതിയ സാധനങ്ങളും പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി രസമായിരിക്കും പഠിക്കാനും ലേൺ ചെയ്യാനും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് പോഡ്കാസ്റ്റ് ചെയ്യുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ ഇഷ്ടമായിരുന്നു നമുക്ക് എല്ലാവർക്കും. അതായത് അത്യാവശ്യം സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അത് പിന്നെ ആ ഒരു ഗ്യാതറിംഗ് പോലത്തെ ഒരു സംഭവം പോഡ്കാസ്റ്റ് ചെയ്യുമ്പോ എല്ലാരും ബേസിക്കലി നമ്മള് 4 പേരും ആ ഒരു ബോണ്ട് ഉണ്ട് നമുക്ക് എപ്പോഴും. അപ്പൊ ഇന്റലക്സിന്റെ ആ ഒരു ഇതുകൊണ്ട്
എപ്പോഴും നമ്മള് ആ ടൈമിൽ സ്ഥിരം കണ്ടോണ്ടിരുന്ന, എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിലൊക്കെ നമ്മള് ഒത്തൊക്കെ ഇരുന്ന് കുറെ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ കിടന്ന് നമ്മള് ഒരു ദിവസം രാവിലെ വന്ന് രാത്രി വരെയൊക്കെ നിൽക്കും, പാതിരാത്രി വരെയൊക്കെ നിന്ന് നമ്മൾ ഒരു ദിവസം 4 എപ്പിസോഡൊക്കെ എടുക്കുന്നുണ്ട്, രാത്രി പോയി ഫുഡ് ആ കഴിക്കും. ടൈമിൽ എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടില് സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ടൈം നിങ്ങളോട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മള് ഒരുമിച്ചായിരുന്നു, ചായ കുടിക്കാൻ ഇറങ്ങും, പരിപാടി ഇല്ലെങ്കിലും നമ്മൾ ഒരുമിച്ചായിരിക്കും എപ്പോഴും. എവിടെയെങ്കിലും ഒരിടത്ത് ചായക്കടയിലോ ഫുഡ് കഴിക്കാനോ എവിടെയെങ്കിലും ഒരിടത്ത് കാണും, എന്നിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഇടയിൽ പോയി ഷൂട്ട് ചെയ്യണത്. അത് ആ ടൈമില് 3 എപ്പിസോഡൊക്കെ നമ്മൾ ഒരു ദിവസം 3 എപ്പിസോഡ് എടുക്കുമായിരുന്നു. ആ ഒരു സാധനത്തിൽ കണ്ടന്റ് എന്ന് പറയണ ഒരു ഇത് നിർഗളായിരുന്നു. ഒന്നും നമ്മൾ പറയൂല, ഇതാണ് ചെയ്യാൻ പോണെന്ന് പറയില്ല, ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ ഓൺ ആക്കിയിട്ട് സംസാരിക്കും, എന്നിട്ട് അത് എവിടെയെങ്കിലും ഒക്കെ എത്തും. പിന്നെ നമ്മൾ ഈ മറ്റേ നടുക്കൊക്കെ എത്തിയല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബോറിംഗ് സാധനം ആയപ്പോഴും നമ്മൾ 3-4 കഥ നേരത്തെ പറഞ്ഞ കഥകൾ തന്നെ പിന്നെയും പറഞ്ഞു. അപ്പോഴേ മനസ്സിലായി സ്റ്റോക്ക് തീർന്നു. അല്ലെങ്കിൽ നമ്മൾ ന്യൂ എക്സ്പീരിയൻസ് ഉണ്ടാക്കണം, എന്തെങ്കിലും ന്യൂ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഇപ്പഴും സംസാരിക്കുമ്പോൾ നമ്മൾ അത് എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കും രസമായിട്ട് തോന്നണം. രസമായാലേ ആൾക്കാർക്ക് രസമാവും, അല്ലെങ്കിൽ രസമാവൂല. മസാല ദോശ ശരി. അല്ല, അതൊരു ലൈഫ് എക്സ്പീരിയൻസ്. മൈസൂർ മൈസൂർ മസാല ദോശ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ ട്രോമയല്ല, അത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് കുക്കിങ് കുഴപ്പമില്ല, നമ്മള് കുക്ക് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ പച്ചക്കറി അരിയിലെന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരുപാട് അരിയും ചെയ്തു, മടുത്തുപോയി. കാര്യം വെച്ചാൽ കുറെ ദിവസമായിട്ട് ഞാൻ അരിഞ്ഞോണ്ടിരിക്കുക, മടുത്ത്. കുക്കിംഗ് ഏതാണ്ട് ഞാൻ എന്റെ ഗ്യാസ് തീരാറായി തോന്നുന്നു. ഇനി നിങ്ങളെ കൊണ്ട് കുക്ക് ചെയ്യിക്കാം, ഗ്യാസ് തീരാറായി തോന്നുന്നു. കാര്യം അത് സ്ഥിരം എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നടാ, നിനക്ക് മാത്രമല്ലായിരുന്നു, അറിഞ്ഞൂടെ എല്ലാവർക്കും. എല്ലാരും ഒരു രാവിലെ പോലെ വന്ന് ഇരുന്നിട്ട് അങ്ങ് തളർന്നുപോയി, എക്സോസ്റ്റഡ് ആയിപ്പോയി. അത് സംഭവം പ്രത്യേകിച്ച് വ്ളോഗിലാണെങ്കിൽ എൻജോയ് ചെയ്യണ ഒരു സാധനം, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ശ്രീകാന്ത് പറഞ്ഞ പോലെ പുതിയതായിട്ട് ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്ത് അത് ചെയ്യണമെങ്കിൽ നമുക്കൊരു സംഭവം ചെയ്യാം. അത് മാത്രല്ല, ഇപ്പം മറ്റേ ഇതിലൊക്കെ റെഡിറ്റിലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു പഴയ വീഡിയോസിന്റെ ഒരു വൈബ്. അത് ആക്ച്വലി ആദ്യം നമ്മൾ ഈ കുക്കിംഗ് എല്ലാരും കൂടെ കുക്ക് ചെയ്യണ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേപോലെ അല്ലായിരുന്നു, ഈ ഒരു രീതിയിലല്ലായിരുന്നു. അന്ന് കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അന്ന് കുറെ ആൾക്കാരും കൂടുതലായിരുന്നു. നമുക്ക് കുക്ക് ചെയ്ത് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ടൈമായിരുന്നു. അപ്പൊ നമുക്കും ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇത് ബർഗറൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സാധനമൊക്കെയാണ്. പിന്നെ 10 അഭിപ്രായമൊക്കെ വരുമായിരുന്നു, അടിയാവും. എന്തെങ്കിലും ഒരെണ്ണം ഒരുത്തൻ അറിയാമെങ്കിലും ബാക്കിയുള്ളവർ സമ്മതിക്കില്ല, എന്തെങ്കിലും ഇടും. അന്ന് എനിക്ക് തോന്നുന്നത് എല്ലാരും അമച്ചറായിരുന്നു, എല്ലാരും. പിന്നെ എല്ലാരും കൈവയ്ക്കുമായിരുന്നു. പിന്നെ യവന്മാര് രണ്ടുപേരും ഭയങ്കര വലിയ കിളിയങ്ങളായിരുന്നു. അല്ല, അത് നമ്മൾ തന്നെയാണ് അങ്ങനെ സെറ്റ് ചെയ്തത്. ഇവർക്ക് കുക്ക് ചെയ്യാൻ നമ്മളൊരു നരേറ്റീവ് കൊണ്ടുവന്നു. ഇനിയുള്ള കുറച്ച് വീഡിയോസ് കുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇൻഡിവിജ്വൽ ഒരു ഡിഷ് ഉണ്ടാക്കുന്ന രീതി പോക്കുവാണല്ലോ. ഈ പറഞ്ഞു വെച്ചിട്ട് ഇതില് ഞാനും അവന് ഭയങ്കര കുക്കൊന്നും അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല. കൂട്ടത്തില് അത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാക്കി ആരും അത് ചെയ്യാത്തോണ്ടാണ്. ചെയ്യും, ഒരാള് കുറച്ചു നേരം കിട്ടിയിട്ട് അങ്ങ് മാറും, അങ്ങനെയാണ് ഒരു സംഭവം. ഫുൾ ഓൺ നിൽക്കുന്ന ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് പിന്നെ ഹാഷിമും കുക്ക് ചെയ്യുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അന്നത്തെ ഇതില് പോയി. ഏത് സാധനമായിരുന്നു മാസ്റ്റർ ഷെഫ്, എന്ത് സാധനം മീൻ പൊള്ളിച്ചതില് പോയി. പക്ഷെ എനിക്ക് ഹാഷിം കുക്ക് ചെയ്യുന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു സൂപ്പർ സാധനം തന്നെ കഴിച്ചു നോക്കിയപ്പോ ഭയങ്കര ബ്ലാൻഡ് സാധനം. ബീഫ് എല്ലാവരും അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് പുതിയ സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ട്രൈ ഔട്ട് ചെയ്യുക. നിനക്ക് ഇനി എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്യാൻ ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും ഒരു സാധനം ചെയ്യണം?
ചെയ്യണം എന്നുള്ളതോ? ലൈഫിൽ ഇത് കരിയർ ആയിട്ടല്ല, അല്ലാതെ നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്താൽ കൊള്ളാം, എനിക്ക് ചാവണതിന് മുമ്പ് ചെയ്യണം. ഒന്ന് ക്രിക്കറ്റ് ഒന്ന് കോച്ചിങ്ങിന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, അത് എനിക്ക്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, അത് അച്ചീവ് ചെയ്താൽ അതിൻ്റെ റിവാർഡായിട്ട് പോകണം എന്നെനിക്കുണ്ട്. ഞാനിങ്ങനെ ജൂണിൽ എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ജൂണിൽ പോകണമെന്നുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പം എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം എന്നുള്ള പ്ലാനൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം എന്താ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നടക്കും. അപ്പം ഈ ഒരു സെറ്റപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യും. അവർക്ക് ചിലപ്പം സെൽഫ് റിവാർഡിങ്, ചിലപ്പം അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലാത്തായിരിക്കും, പക്ഷെ അവർക്ക് സർവൈവ് ചെയ്യാൻ ഇഷ്ടമുള്ള ചെയ്യേണ്ടി വരുന്ന ഒരു സാധനം ചെയ്ത് സക്സസ് ആവുകയാണെങ്കിൽ അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സാധനം അവർ ചെയ്യും. അതായത് ഇപ്പം മേ ബി ഒരു ബ്രേക്ക് എടുക്കും, ഒരു ട്രിപ്പ് പോകും, അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിച്ച് അവരെ തന്നെ ഗിഫ്റ്റ് ചെയ്യും. മനസ്സിലായ? അപ്പോൾ ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് റിവാർഡ് കിട്ടിയൊരു ഫീൽ തോന്നും. നല്ലതെന്നാണ് കേട്ടിട്ടുള്ളത്. അത് എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ അതൊരു നേരത്തെ ചോദിച്ച അതേ ചോദ്യം നിനക്ക് എന്താണ് ചെയ്യണമെന്ന് അടുത്ത ഒരു എനിക്ക് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒന്ന് ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ട്. സിനിമ ആവട്ടെ എന്തെങ്കിലും ഒരു സാധനം, ഒരു സ്റ്റോറി ഉള്ള ഒരു സാധനം ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ട്. അത് നിനക്ക് വല്ല ടൈം ലൈനും നീ വെച്ചിട്ടുണ്ടോ? ഞാൻ അതിനു വേണ്ടി എന്ന് വെച്ചാ ഈ ഒരു സ്ക്രീൻ പ്ലേയും ഡയറക്റ്റിങ്ങും അതിനുള്ള തിയററ്റിക്കലായിട്ടുള്ള സാധനങ്ങൾ അത്രയും ഞാൻ പഠിച്ചിട്ടുണ്ട്, കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കണം, ചെയ്യുന്നുണ്ട്. അപ്പോഴേ ആ ഒരു സാധനം ഇതെടുത്ത് ഇട്ടിട്ടുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു സാധനമുണ്ട്. സ്റ്റോറി നീ തന്നെ എഴുതണമെന്നാണോ? അങ്ങനെ എല്ലാം അറിയണ്ടേ? അല്ല, അവന് ഇതില് ടെക്നിക്കൽ സൈഡ് എന്തൊക്കെയാണെന്ന് അവന് അറിയാം. ഒരു ഷോട്ട് എങ്ങനെ വെക്കണം, അതിന്റെ തിയറി എല്ലാം അവന് അറിയാം. മേ ബി അവൻ ഇനി ഒരിടത്ത് അസിസ്റ്റന്റ് ആയിട്ട് കുറച്ചാൾ പോയി കഴിഞ്ഞാൽ അവന് കിട്ടായിട്ട് പഠിക്കാൻ പറ്റും. ഗുഡ്, നല്ല സാധനം. ഓക്കെ, ഇപ്പൊ അവനും ഒരു സാധനം ഉണ്ട്. എനിക്ക് അങ്ങനെ ചെറുപ്പകാലം തൊട്ട് എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ളത് ഈ അഡ്രിനാലിൻ റഷ് കിട്ടുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴാണ്. പണ്ട് ഞാൻ ഈ ബ്രൂസ്ലിയുടെ കരാട്ടെ ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനത്തെ ഒരു ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം. അപ്പം എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിമോ ഒക്കെ ട്രൈ ചെയ്യണം. പഠിക്കണം എന്നല്ല, ട്രൈ ചെയ്യണം. മാക്സിമം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഫ്യൂച്ചറിൽ. പിന്നെ അതേപോലെ അഡ്വഞ്ചർ സ്പോർട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ തന്നെ പുതിയ പുതിയ മേഖലകളിലേക്ക് പോകണമെന്നുണ്ട്. അതിനുണ്ട്, പഠിത്തമൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഇനി ചെയ്ത് ടൈം ലൈൻ ആയിട്ടൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഒരു തിയറി വായിച്ചിട്ടുള്ളത്, ടൈം ലൈൻ ഉണ്ടെങ്കിൽ ഒരു ടൈം ലൈൻ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യുമെന്നാണ് പറയണം. ഒരു ഡെഡ് ലൈൻ നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ വിൽ കീപ് ഓൺ പുഷിങ് അത് നമ്മൾ എഴുതി ഒട്ടിച്ചു വെക്കും, ഇങ്ങനെ ഇതിന് പോണം എന്നൊക്കെ. നമുക്കൊരു ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇപ്പൊ ഒരു ബിലോ 40s ആണ്, അല്ലെ 45. നിനക്ക് 10-12 വർഷം കഴിഞ്ഞിട്ടാണ് ആ സാധനം. നീ അല്ല അപ്പൊ ചെയ്യണോന്നല്ല, ഈ ഒരു ടൈമിൽ ചെയ്യണോന്നാണ്. പക്ഷെ സമയത്ത് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അതാ, പക്ഷെ ഇത് പറയണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സാധനം ഇഷ്ടമുണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം നമ്മൾ നമുക്ക് തോന്നുമല്ലോ, നമുക്ക് ഈ സമയത്തെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സമയം ചോദിച്ചിട്ട് അതിൽ ചെയ്യണം. ഇത് വിനു പറഞ്ഞത് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്, ഈ അഡ്വഞ്ചർ സാധനം. അത് 45 വരെ പോകണമെന്നില്ലല്ലോ, അവൻ ഇപ്പൊ ആണെങ്കിലും ചെയ്യും. എന്തിനാ 45 വരെ പോകണം? അല്ല, അത് 45 വരെ പുഷ് ചെയ്യേണ്ട കാര്യമല്ലോ നിനക്ക്. നിനക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഒരു 1 year അല്ലെങ്കിൽ 6 months ആ ഒരു സാധനം ചെയ്തുകൂടെ? ആ ഒരു സാധനമാണ് പറഞ്ഞത്. എപ്പോഴും റഷ് ചെയ്ത് കഴിഞ്ഞാലേ അല്ലേ? അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണത്. അല്ല, ഉദ്ദേശിക്കുന്ന കാര്യം എന്തായിരിക്കും? കുറെ ആക്ടിവിറ്റീസ് എല്ലാം ഇപ്പം അഡ്വഞ്ചറസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് പോലും ഒരു ഇതാണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം.
ട്രാവൽ ഒരു എന്നുവെച്ചാൽ സാധാരണ പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചത്. ഇത് അഡ്രനാലിൻ റഷ് ആണ്. ഈ ബഞ്ചി ജമ്പിങ് മറ്റേ അതിന് പിന്നെ ഈ ചാടുന്നത്. അടി കൂടുന്നത്, ഈ കരാട്ടെ പിന്നെ മറ്റേ ഭയങ്കര സ്പീഡിൽ റേസ് ചെയ്യുന്ന സാധനം, ഭയങ്കര സ്പീഡ്. പിന്നെ ഈ നമ്മളെ വിഷ്ണുത്തൊക്കെ അന്ന് ചെയ്തില്ലേ, മലയുടെ ഇടയിൽ കൂടെ വണ്ടി ഓടിച്ച് ഓഫ് റോഡ് സാധനങ്ങള്. ഓഫ് റോഡ് എന്തോ ഒരു ദിവസം ചെയ്തപ്പോ അടിച്ച് വീണം. അങ്ങനെ കുറെ ലൈവിലങ്ങനെ അത് അതൊക്കെ നല്ല അഡ്രിനാലിൻ റഷ്. അതായത് നമുക്ക് അപകടം പറ്റാൻ ചാൻസ് ഉള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇപ്പം സ്കീയിങ്, നല്ല രീതിയിലുള്ള സ്കീയിങ്, സ്കേറ്റിംഗ്, നമ്മ ഇതുണ്ടല്ലോ, സർഫിംഗ് ഉണ്ടല്ലോ. ഞാൻ അവന്റെ എല്ലാം കേട്ടപ്പോ എനിക്കൊരു ജെയിംസ് ബോണ്ടിന്റെ സിനിമയിൽ ഓരോ സിനിമ ഒന്ന് ഓർമ്മ പറഞ്ഞു. എനിക്കെന്തോന്നു, എനിക്ക് ഹാപ്പിനെസ് ഇരുന്നതാണോ? ഹാപ്പിനെസ് അല്ല, നിനക്ക് second try ചെയ്യാൻ. ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് സിമ്പിൾ ആയിട്ട് ഒരു റിട്ടയർമെന്റ് ലൈഫ് പോലെ അതാണ് എനിക്ക് ഒരു ഹാപ്പിനെസ് പോയിന്റ് ഞാൻ കാണുന്നത്. ഇനി പറ. ശ്രീകാന്ത് ഈ ഒരു സാധനം എനിക്ക് ലോങ് ടേം പ്ലാൻ ഉണ്ട്. അത് ഷോർട്ട് ടൈം ഒന്നുമല്ല. ഈ ഒരു ഫാം ഹൗസ് ലോങ് ടേം ആണ്. ഇതിന്റെ പുതിയ plan. അല്ല, പക്ഷെ നീ റിട്ടയർമെന്റ് പ്ലാൻ ആണ് പറഞ്ഞത്. അവന് പക്ഷെ ഫാമിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. ഈ നിനക്ക് ഫാമിംഗ് പറഞ്ഞാൽ ഓക്കെയാണ്. നീ റിട്ടയർമെന്റ് രാവിലെ ചെയ്യാനല്ലേ സാധ്യത. അല്ലല്ല, കർഷകശ്രീ ഒന്ന് സെറ്റ് ആയിട്ട് കൃഷി വന്നിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കൃഷി ചെയ്യണോ? കൃഷി ചെയ്യണത് നല്ല സുഖമുള്ള പരിപാടിയാണ്, പീസ്ഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. രാവിലെ ഒരു കുറച്ചു നേരം രാവിലെ എണീക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക, കുറച്ചു നേരം ഒരു schedule ഒരു 10 മണി വരെ വെയിലുറക്കണ വരെ നിൽക്കുക, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങള് എല്ലാം നിൽക്കുക. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വെയിലാറി കഴിയുമ്പോൾ ഒന്ന് ഇറങ്ങുക, ചെടികൾ നനയ്ക്കുക, പശുവിന് കാടി കൊടുക്കുക, കുളിപ്പിക്കുക, ഇങ്ങനെയുള്ള പരിപാടികള്. വൈകുന്നേരം ആകുമ്പോൾ പോയി സ്കൂളിൽ നിന്ന് പോകാൻ വിളിച്ചോണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഒന്നും അല്ല, ചെയ്തു വരുമ്പോ അല്ലടാ, ഒരു ടാർഗറ്റ് ഇല്ലാതെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പൈസ നോക്കാതെ നമുക്ക് ഫുഡുണ്ട്, നമുക്ക് വീട്ടില് ഫുഡുണ്ട്. മനസ്സിലായോ? നമുക്ക് പറക്കാൻ മുന്തിരി ഇവിടെ നമുക്ക് വാർക്ക മുന്തിരിത്തോപ്പിലും മോഹൻലാലിന് കൃഷിയാണ്. തിലകനുണ്ടെന്ന് പറഞ്ഞപ്പോ അതിലും തിലകനുണ്ട്. ഇല്ല, എനിക്ക് പറഞ്ഞ ഫസ്റ്റ് എനിക്ക് അത് അല്ല, എനിക്കിതൊരു റിട്ടയർമെന്റ് പ്ലാൻ ആണ്. എവന്റെ വർക്കറെ നിർത്തിയിട്ട് ഇങ്ങനെ ഇരിക്കും. എനിക്ക് അല്ലടാ, ഞാൻ ഇടയ്ക്കൊക്കെ പോയി ഇങ്ങനെ താറാവിനൊക്കെ ഇത് കൊടുക്കും, പട്ടി കഴിഞ്ഞത്തോടും. നിനക്ക് എന്തായാലും മനസ്സിലായല്ലോ എന്താണ് ഉദ്ദേശം. ഞാൻ ഇതൊക്കെ മാങ്ങ പറിക്കും, ആപ്പിള് ഉല്ലാസിന് അറിയാലോ. ആപ്പിളോടെ പൊടിയും. നിങ്ങൾ ഷോർട്ട് ടൈം പറ. ഉല്ലാസെ ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യും. എടാ, ഇപ്പൊ നേരത്തെ ക്രിക്കറ്റ് നീ നേരത്തെ കണ്ടില്ലേ, ക്രിക്കറ്റ് കളിക്കാൻ അവന്റെ വീട്ടിലാണ് അമ്പു വിളിക്കണത്. നീ ഒന്ന് അമ്പൂനെ വിളിക്കണ, നീ വിളിക്കണ. അവന്റെ വീടിന്റെ തൊട്ടടുത്ത റൂമിൽ കിടക്കുന്ന അവന്റെ വീട് തൊട്ടപ്പുറത്താണ്. തൊട്ടടുത്ത റൂമിൽ കിടക്കുന്നതിനെ വിളിക്കാൻ വയ്യ. ഷോർട്ട് ടൈം പറയാം. സംഭവം മനസ്സിലാവും. ഷോർട്ട് ടേം എനിക്കൊരു ചെറിയ ബ്രേക്ക് എടുത്ത് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ട്, കുറച്ച് പുറത്തോട്ട്. ഒന്നീ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ നിനക്ക് ഈ അടുത്ത പട്ടികഥയൊക്കെ നേരത്തെ നമ്മളിപ്പോ പറഞ്ഞ പോലത്തെ ഒരു ഇതില് നിനക്ക് സന്തോഷം തരുന്ന ട്രാവലിംഗ് ആണ്. എനിക്കത് ഇഷ്ടമാണ്. പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യണം, ആൾക്കാരോട് സംസാരിക്കുക, പുതിയ എക്സ്പീരിയൻസ്, നമ്മൾ ചെയ്തിട്ടില്ലാത്ത സാധനങ്ങൾ എന്ന് വെച്ചാൽ നമുക്കൊന്നും അറിഞ്ഞിട്ടായിരിക്കും അവിടെ പോകുമ്പോൾ. പക്ഷെ ഭയങ്കര രസമാണ്. 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാം ന്യൂ ആയിരിക്കും. പക്ഷെ 1-2 ദിവസം അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ്. ആ സാധനം ഒരു ഭയങ്കര നല്ല ഫീലാണ്. അത് നമ്മളിപ്പം നമുക്കൊരു ട്രിപ്പ് പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പോയാലും ഒരു രസമായിരിക്കും. നമുക്കിപ്പം നമുക്ക് കോമൺ ആയിട്ട് ഇപ്പം അറിഞ്ഞൂടാത്ത അല്ലെങ്കിൽ പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ എല്ലാവരോട് പോവുകയാണെങ്കിൽ അത് ടഫായിട്ടുള്ള സ്ഥലത്ത് പോകണം. എക്സ്പീരിയൻസ് ആണ്. അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. കുറെ ആൾക്കാരെ കമ്പനിയൊക്കെ ആവും. ഇപ്പൊ പോയപ്പോഴും കുറെ പേരെ കമ്പനിയൊക്കെ, അത് ഭയങ്കര രസമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കമ്പനി എന്ന് വെച്ചാൽ അവിടെ ഉള്ളവരുമായിട്ട് കമ്പനി, അവിടെ നിന്ന് അവിടെ കൾച്ചറുമായിട്ട് ഒന്ന് അറിയണം എന്നുള്ളത് നല്ല പരിപാടിയാണ്. എനിക്ക് രാജസ്ഥാനിൽ പോകണമെന്നുണ്ട് ഇതുപോലെ. അപ്പൊ നിങ്ങളുടെ ഇത് പറയുക അല്ലേ? നിന്റെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോഗ്രാഫി ആദ്യം പറഞ്ഞു മേഖലകളിലേക്ക് പോകണമെന്നുണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും സെക്കൻഡറി പ്ലാൻ ഒക്കെ ഉണ്ടോ? സെക്കൻഡറി ആയിട്ട് ബാക്കപ്പ് അല്ല, ചില രണ്ടാം സെക്കൻഡ് ആഗ്രഹം, അങ്ങനെ ഇത് കഴിഞ്ഞാൽ അത് ചെയ്യണം. അത് വിഷ് ലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റ്. ഇതിപ്പോ നമ്മള് പറഞ്ഞതില് മറ്റേ സിനിമ എടുക്കണമെന്നല്ല, നമ്മളെന്തെങ്കിലും ചെറിയൊരു അതിനോട് ഇഷ്ടമുണ്ട്, അത് എന്താണെന്ന് അറിയാനുള്ള ഒരു സാധനം, അത്രേ ഉള്ളൂ. ആ ഒരു ഇതിലിപ്പോ നമ്മള് മറ്റേ ചെറിയൊരു റീല് പോലത്തെ ഒരു സാധനമായാലും
ഹാപ്പിയാ. അത് ഷൂട്ട് ചെയ്യുമ്പോൾ അതൊരു ഹാപ്പിയാ. എന്നാണ് നിന്റെ ടൈം? എനിക്കത് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. നിനക്കൊരു ഇതുണ്ടോ, എത്ര നാളിനകത്ത് ചെയ്യണമെന്നുണ്ടോ? ഒന്ന് സെറ്റ് ആയിട്ട് ഒന്ന് ചെയ്യണമെന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫൈനാൻഷ്യലി ബാക്കപ്പ് ആയിട്ടാണോ? ശ്വാസം വിട്ടിട്ട് ചെയ്യണം. അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്നവര് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ കമന്റ് ആഗ്രഹങ്ങളല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ പാഷൻ അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ പാഷൻ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്, എങ്ങനെ റിയലൈസ് ചെയ്തു, എങ്ങനെ അത് ജോലിയിലൂടെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് എങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ളത് അത് കുറെ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവും. അതൊക്കെ എന്തായാലും നിങ്ങൾ കമന്റിൽ ഇടണം. സെൽഫ് റിയലൈസേഷൻ ഞാൻ ഇടയ്ക്ക് കണ്ടേ, അതായത് ഇത്തിരി മിക്കവരും ഒരു സാധനം പുതുതായി ട്രൈ ചെയ്യാൻ മടിക്കുന്ന ഏജ് ഉണ്ടല്ലോ, റിട്ടയർ ആയിട്ടൊക്കെ ആൾക്കാർ ഈ അരങ്ങേറ്റത്തിനൊക്കെ പോകൂലേ, അത് കൊച്ചു പിള്ളേരാണ് സാധാരണ ഈ കുച്ചിപ്പുടി മോഹിനിയാട്ടോ ഒക്കെ അരങ്ങേറ്റത്തിനുണ്ട്. ഞാൻ പക്ഷേ അല്ലാതെ കണ്ടിട്ടുണ്ട്, അത് ഇത്തിരി റിട്ടയർ ഒക്കെ ആയിട്ട് ആൾക്കാർ ചെയ്യണം. എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഭയങ്കര അത്രയും ആഗ്രഹമായിരിക്കും, അവർക്ക് ഇപ്പോഴായിരിക്കും അത് ഫാമിലി, പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഇൻസ്പിറേഷനാണ്. അത് സത്യം പറഞ്ഞാൽ ചെയ്യണം. പലരും അത് ചെയ്യാൻ മടിക്കും, പക്ഷെ അങ്ങനെ സാധനങ്ങൾ ചെയ്ത് നമുക്ക് കുട്ടിക്കാലത്ത് ചെയ്യാൻ പറ്റാത്തത് ഇപ്പൊ ചെയ്യണം. ഇപ്പൊ നമ്മൾക്ക് ക്രിക്കറ്റിന്റെ കാര്യം കുട്ടിക്കാലത്ത് ചെയ്യാൻ പറ്റാത്ത സാധനമായിരുന്നു, ഇപ്പൊ ചെയ്യാൻ പറ്റണ ഒരു സാധനം. ഇതും ഇവർക്ക് ചിലപ്പം ഇവരതൊരു കരിയർ ആയിട്ടോ അല്ലെങ്കിൽ അതൊരു സാധനമായിട്ട് കൊണ്ടുപോകാനല്ല, മറ്റേത് നമുക്കൊരു കരിയർ ആയിട്ടുണ്ടല്ലോ. പക്ഷെ ബട്ട് സ്റ്റിൽ നമ്മളത് എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ് ആകുമ്പോൾ നമുക്ക് ആ ചേട്ടൻ വന്ന് പറഞ്ഞില്ലേ, നമ്മൾ 18ാമത്തെ വയസ്സില് നമ്മൾ എൻജോയ് ചെയ്ത സാധനം നമ്മൾ പിന്നെയും ചെയ്തുകൊണ്ടിരുന്ന അത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്താൽ വീണ്ടും ഒരു പഴയ ഒരു ചുറുചുറുക്ക് വരും എന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പൊ വീക്കെൻഡ് പുള്ളിയെ പറഞ്ഞിട്ടുള്ള എന്തോ ഒരു റീൽ എന്തോ ഉണ്ടോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രണ്ടുപേരെയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, 70 വയസ്സുള്ള നമ്മളെയും 17 വയസ്സുള്ള നമ്മളെയും. അത് നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ചോദിക്കാറുള്ളായിരുന്നു നമ്മുടെ ആ ഒരു ഇതും പിന്നെ 17 വയസ്സിലെ നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിയും ചുരുക്കും, അത് രണ്ടിനെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ മതി, വേറെ ആരെയും സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിലേ നമുക്ക്, എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഫ്രണ്ടിൽ ഉണ്ടെന്നുള്ളൊരു ഇത് വരും, നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ ഒരു സാധനം ചെയ്യാമല്ലോ എന്നുള്ളൊരു സാധനം. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നപ്പം ക്രിക്കറ്റ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് തോന്നൂലേ, വീക്കെൻഡ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഈ സാധനം ചെയ്യാം, അന്ന് ഈ സാധനം ഉണ്ട്. അപ്പൊ അത് നമ്മൾ അതിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഡേയ്സും പെട്ടെന്ന് ഇതാവും. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നല്ലതാണ്. എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനം, എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു ടൈം ലൈൻ ഉണ്ടെങ്കിൽ ഇവരൊരു ട്രിപ്പ് പോകണമെങ്കിലും ആവാം. നമുക്ക് അടുത്ത മാസം ഒരു ട്രിപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ആ ദിവസം ദിവസം പെട്ടെന്ന് പോകണല്ലേ, എനിക്ക് ഒരു സാധനം ഇല്ലെങ്കിലും പെട്ടെന്ന് പോകണമായിട്ട് എനിക്ക് പെട്ടെന്ന് പോകുന്നുണ്ട്. അത് ദിവസം ചടപടേന്ന് പോകും. പക്ഷെ നമ്മൾ ഈ പണ്ടൊക്കെ ഈ ഒരു ഇത് കാണൂല്ലോ, നമ്മുടെ ട്രോള് കണക്ക്, പണ്ടാണെങ്കിൽ സമയവും ഉണ്ട്, പൈസ ഇല്ല, ഇതില്ല. അത് ശരിക്കും റിയാലിറ്റിയാണ് ഒരു പരിധി വരെ. അത് റിയാലിറ്റിയാണ്. ഇപ്പൊ പൈസ ഉണ്ട് പക്ഷെ സമയമില്ല. പണ്ട് നമുക്ക് ഫുട്ബോൾ കളിക്കാന്ന് വെച്ചാൽ പറ്റൂല, ശ്വാസം കിട്ടൂല. അല്ല ഇപ്പൊ നമുക്ക് ഗ്രൂപ്പും ഇല്ലല്ലോ, ആ ഒരു എല്ലാരെയും കിട്ടണതും കുറവല്ലേ. സത്യം പറഞ്ഞാൽ ഇത്രയും ഗ്രൂപ്പ് നമുക്ക് കിട്ടണം ഭയങ്കര ഗ്രൂപ്പ് കിട്ടും. അല്ല അതില്ലാത്തവരുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ നമ്മള് ഫുഡ് കഴിക്കാനൊക്കെ പോകൂലേ, നമ്മൾ പണ്ട് ഷാപ്പിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ട്. പക്ഷെ നമ്മളില് ഒരു കറി വാങ്ങിച്ചിട്ട് 5 പേരായിരിക്കും കഴിക്കുന്നത്. നമുക്ക് ഒന്നും ആവൂല, പക്ഷെ ടേസ്റ്റും ആയിരിക്കും, നമുക്ക് കഴിക്കാനുള്ള പൈസ ഇല്ല. പക്ഷെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ചുമ്മാ പോയി ലാവിഷായിട്ട് കഴിക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മള് ആള് ചിലപ്പോ അത്രയും കിട്ടൂല. അത് കഴിക്കത്തുള്ളൂ. പിന്നെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ വിത്തൗട്ട് ചായ, മധുരം കുറച്ചൊരു ചായ, പിന്നെ കട്ടൻ ചായ, പിന്നെ കട്ടൻ തേയില, കട്ടൻ കാപ്പി. വിഘ്നേഷ് വന്ന സ്ഥിതിക്ക് ഹെൽത്തി കുട്ടനായിരുന്നു, ഒരു പുല്ലും കഴിക്കും. ചായ കുടിക്കാൻ പോയ ഒരു ബോറാണ്, നമ്മള് മാത്രം കുടിച്ചിട്ട്. പക്ഷെ അത് ഇന്ന് കണ്ടില്ലേ, ഇന്ന് 4 വാഴക്കപ്പോ ഒരു നിനക്കല്ലേ ഇന്ന് അല്ലെ വന്ന സമയത്ത് അവൻ കൊണ്ടുവന്ന ചോക്ലേറ്റിലും കഴിക്കൂല. എന്തോ വന്ന സമയം എനിക്ക് ഞാൻ ഞെട്ടിപ്പോയി. രാത്രി എന്ത് കഴിക്കാൻ വേണമെന്ന് ചോദിച്ചപ്പോ സാലഡ് മതി ഇന്ന്. പട്ടി ഷോ കണ്ടിന്യൂ. ഞാൻ പറയട്ടെ, അത് വി ഷുഡ് നെവർ ബി സാക്രിഫൈസ്ഡ്. അല്ല ഇങ്ങനത്തെ ഇപ്പൊ നമുക്കൊരു ഇപ്പോ നമ്മുടെ ഈ ആരോഗ്യം എന്നൊക്കെ സാധനമല്ലേ, ഈ പ്രായത്തിൽ നമ്മൾ കുറച്ച് നോക്കണം.
ഇല്ലെങ്കിൽ അതിപ്പോ നമുക്ക് ചിലപ്പോ നമുക്ക് കൂട്ടത്തിൽ പ്രഷർ കിട്ടുമായിരിക്കും. രതീഷ് അത് വേറെ 33 വയസ്സ് വരെ. അതെ അല്ലെ നമ്മള് ഇപ്പം ചിലപ്പോ നമ്മുടെ കൂട്ടത്തിലൊരു പ്രഷറൊക്കെ വരുമായിരിക്കും, ഇങ്ങനെ കഴിക്ക് മറ്റേ നമ്മളെ ചിലപ്പോ നമുക്കൊരു ഇതില്ല എന്നുള്ള രീതിയിലൊക്കെ പറയായിരിക്കും. പക്ഷെ നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ആയിട്ട് സ്റ്റിക്ക് ആയി തന്നെ നിന്നത്. അപ്പൊ എന്റെ കൂട്ടുകാരനെ ഞാൻ വോളണ്ടറി വിളിച്ചു. അപ്പൊ പറഞ്ഞ് ഞാൻ എന്തൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിച്ചത് ചോദിച്ചു. ഞാൻ വിട്ടൊന്നും കഴിക്കണില്ല, ഞാൻ പിടിച്ചാൽ കഴിയും. പക്ഷെ നല്ല ടെംപ്റ്റേഷൻ വന്നപ്പോ താൻ എന്തിനാ പോയത് നാട്ടില്, താൻ ഒന്നും കഴിക്കാതെ എന്താ കാര്യം, തിരിച്ചു വിടാന്ന് എന്താ എനിക്ക് വാങ്ങിക്കപ്പം കഴിക്കാൻ പറ്റും? ഇല്ലല്ലോ, താൻ വേണ്ടത് കഴിച്ചിട്ട് വാ. ഈ ഷോർട്ട് ടൈമിലൊക്കെ 2 മാസമേ ഉള്ളൂ. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായാലും കഴിക്കാൻ പറ്റില്ല. എന്തായാലും അടുത്ത കുറച്ച് നാളത്തേക്ക് എന്തായാലും അവിടെ ആയിരിക്കും. ഒന്നും കഴിക്കാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂല. പിന്നെ കഴിച്ചിട്ട് വാ, ഇവിടെ തിരിച്ചു വരുമ്പോഴത്തേക്കും വീണ്ടും മെലിഞ്ഞോളൊന്നും കഴിഞ്ഞു. ഓക്കെ. അല്ല, ഇതിന് രണ്ടിതുണ്ട്. ചിലർ പറയും ഇതൊക്കെ കഴിക്കാതെ പോയിട്ട് എന്തിനാ. ഞാൻ ഇതുപോലെ ഓഫീസിൽ പോകുമ്പോൾ പറയുമ്പോഴത്തേക്ക് ഒരാൾ പറയും, എടാ നീ ഇതൊക്കെ തിന്നാതിരുന്നിട്ട് നാളെ നീ ഒരു വണ്ടി എല്ലാരും പറയണത്. അതാണ് പ്രശ്നം. അത് പറയുമ്പോൾ നമ്മളെല്ലാം ശ്രീകാന്ത് നീ എന്തിനാണ് ഈ നല്ല പ്രായത്തിൽ ഇതൊക്കെ തിന്നാതെ നീ അവസാനം എന്തിനാണ് ചാവുന്നത് എന്ന് പറയാൻ, ഇത് തിന്ന്, ഈ ബിരിയാണി തിന്ന്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒരു പ്രായം വരെ അങ്ങനെ കഴിക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു കൺട്രോൾ ഒക്കെ വേണമെന്നാണ് എനിക്കും തോന്നുന്നത്. ഈ കഴിക്കുന്നതിന്റെ പ്രശ്നമല്ല ശരിക്കും പറഞ്ഞു, നമുക്ക് വ്യായാമം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് മെയിൻ ആയിട്ടുള്ളത്. അവിടെയും കുഴപ്പമില്ലാതെ കഴിക്കുന്നുണ്ട്, ഹെൽത്തി ആയിട്ടാണ് കുറച്ചും കൂടെ കഴിക്കണത്. പക്ഷെ നടക്കാൻ പോകും, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ട് ലൈഫിൽ. അതല്ല, അതിപ്പോ എന്റെ അച്ഛനും അമ്മേനെ കാണുമ്പോ എനിക്കറിയാം അതിന്റെ ഡിഫറൻസ് അറിയാം. കാര്യം അവരിങ്ങനെ പുറത്തൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, നല്ല ആക്റ്റീവായിട്ട് ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഷാബി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴേ എനിക്കൊരു ഇത് ഫീൽ ചെയ്യും, അത് വ്യത്യാസമുണ്ട്. എന്തൊക്കെ പറഞ്ഞു, നമ്മുടെ ഒരു കൺസംഷൻ അവരുടെ കൺസംഷനും ഭയങ്കര വ്യത്യാസമാണ്, ലൈഫ് സ്റ്റൈലിന്റെയും ഭയങ്കര വ്യത്യാസമുണ്ട്. അത് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങളുടെ കഴിവുകളെ ഗ്രോ ചെയ്യുന്നതിനെ കുറിച്ചുമായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതേപോലെ കഴിവുകളുണ്ടെങ്കിൽ അതിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്. ഇത് കണക്ക് ഇങ്ങനെ വ്യതിരിച്ച് ടോപ്പിക്കിൽ നിന്ന് പോകാതെ നിങ്ങൾ അല്ലേ എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇപ്പൊ എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ എഴുതുക, വരയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരയ്ക്കുക, കഴിവുകളെ എങ്ങനെ കണ്ടെത്താം. അതെ, പാടാൻ താല്പര്യം ഉണ്ടെങ്കിൽ പാടുക, കഴിവുകളെ കണ്ടെത്തി അത് നിങ്ങൾ പാഷനൊക്കെ എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നോ അത് അത്രയും നല്ലതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ എല്ലാം ചെറിയ പ്രായത്തിലെ എല്ലാം ട്രൈ ഔട്ട് ചെയ്യുക, എല്ലാ മേഖലകളിലും ഒന്ന് പോയി ഒന്ന് വരവുക, അതിന് കിട്ടും. അത് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പ്രായപരിധി ഇല്ല, എപ്പോഴോ ട്രൈ ചെയ്യാം. ഫെയിൽ ഫാസ്റ്റ്, എന്നിട്ട് അടുത്ത് തുടങ്ങുക. ഫെയിൽ early, win early. വളരെ വലിയ കോട്ടൊക്കെ കോഹ്ലികളെ ചോദിക്കുമ്പോൾ ലണ്ടനിൽ ഇപ്പൊ ഇംഗ്ലീഷൊക്കെ ഗൈസ്, നമ്മളപ്പോ കഴിവില്ലാത്തവരുടെ ഒരു സംസ്ഥാന സമ്മേളനം പോലെയാണ് സംസാരിച്ചത്. പക്ഷെ അവസാനം ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ കഴിവില്ലാത്തവരാരും ഇല്ല. നമ്മളെ വില കുറച്ച് കാണുന്നതാണ്, കഴിവില്ലെന്ന് തോന്നുന്നതാണ്. ഓവർ ഹ്യൂമിലിറ്റി കാണിക്കുന്നതാണ് അല്ലേ പ്രശ്നം. നമ്മള് ഹ്യൂമിലിറ്റിയും ഇല്ല, ഉണ്ട്. അത് ഭയങ്കര വെരി മോഡസ്റ്റും കൂടെ ആവണോണ്ടാണ് പ്രശ്നമുള്ളത്. നമ്മൾ കുറച്ചും കൂടെ നമ്മളെ സെല് ചെയ്യണം, അല്ലെങ്കിൽ ഈ സാധനം കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ഗ്രൗണ്ടഡ് ആവണം, പക്ഷേ യു ഷുഡ് ഹാവ് കോൺഫിഡൻസ് ഇൻ കോൺഫിഡൻസ്. അതാണ് സാധനം. ഇപ്പൊ നമ്മള് ഇരിക്കണമെങ്കിൽ നമ്മള് ഒരു 3-4 വർഷമായിട്ട് നമ്മൾ കുറെ പേരെ ചിരിപ്പിച്ചിട്ടുണ്ട്. അത് കഴിവില്ലാത്തോണ്ട് പറ്റൂല. എത്ര ഒരുപാട് പേര് ചിരിപ്പിക്കുക മാത്രല്ല, ഒരുപാട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടപ്പോ ഇങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ, അത് കേട്ടപ്പോ നമ്മള് ഒരുപാട് പേര് എന്റർടൈൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുപാട് പേര് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനത്തിലാണെങ്കിൽ സക്സസ് ആണ്. മേ ബി മോണിറ്ററി അല്ലെങ്കിൽ അങ്ങനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതിലായിരിക്കും നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് ഭയങ്കര സെറ്റപ്പ് ആവാത്തത്. നമ്മളൊരു കഴിഞ്ഞ പ്രാവശ്യം ഒരു ചേട്ടനെ കണ്ട, അപ്പൊ ചേട്ടൻ നമ്മൾ പറഞ്ഞ ചെറിയ നമ്മൾ അറിയാതെ പറഞ്ഞ ഒരു കുറെ കാര്യങ്ങള് പുള്ളി പറയുന്നത്, പുള്ളി മോൾഡ് എടുത്ത് അത് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ അറിയാതെ വായിന്നൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ കുറെ പേർക്ക് ഇമ്പാക്ട് ഉണ്ട്. സാധനമുണ്ട്, ഈ ഒരു പാഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാഷൻ പ്രൊഫഷൻ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങും നമ്മളെ സ്വയം മാർക്കറ്റ് ചെയ്യാനും പഠിച്ചിരിക്കണം, സജ്ജീകരിക്കണം. ഇല്ലെങ്കിൽ അത് പാടാണ്. കൊമേഴ്ഷ്യലൈസ് ചെയ്യണം. അതെ, അതാണ് ഞാൻ പഠിച്ച പാഠം. അതില്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ യൂട്ടിലൈസ് ചെയ്യും. പിന്നെ ലൈഫിൽ മോട്ടിവേറ്റഡ് അല്ലാതെയോ സ്റ്റക്കായിട്ടോ നിൽക്കുന്ന ആൾക്കാർ കാണും. അവര് മാക്സിമം വേറെ ആരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ സന്തോഷത്തോടുകൂടി ചെയ്യുക, അത് മാത്രം ചിന്തിക്കുക. വേറെ റിസൾട്ടോ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് അതിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക, അത് ഡെവലപ്പ് ആവും.
നിങ്ങൾ ഗ്രാജുവലി ഓരോ ദിവസം പഠിച്ച് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ചെയ്യണം. പോയിന്റ് എത്തും നിങ്ങൾ. എനിക്കോട് കൺസിസ്റ്റൻസി ആണ് അതിന്റെ ഒരു ഇതെന്ന് തോന്നുന്നല്ലേ. പിന്നെ ഫിയർ ഓഫ് ഫെയിലിയർ അതൊരു പ്രശ്നമാണ്. ആദ്യം ചെയ്യേണ്ടത് തോൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് തോൽക്കാൻ പഠിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഹാപ്പി ആയിട്ട് തോക്കാൻ പഠിക്കുക. അത് തന്നെ, അത് തോക്കാൻ പഠിക്കുക. തോറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഗ്രാജുവലി നമ്മൾ മറ്റേ എനിക്കത് തോന്നിയിട്ടുണ്ട്. നമ്മൾ മിക്കവരും ഒരു സാധനം ചെയ്യാൻ പഠിക്കുന്നത് ആൾക്കാർ എന്ത് വിചാരിക്കും എപ്പോഴും ഉണ്ട്. അത് ഇപ്പം ഞാൻ ഇപ്പൊ നന്നായിട്ട് സംസാരിക്കും, നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കൂലേ, ഞാൻ പുതിയൊരാളുടെ സംസാരിക്കും, പുതുതായിട്ട് കാണുന്ന ഒരാളുടെ അടുത്ത്. പക്ഷേ പെട്ടെന്ന് ഈ ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം എനിക്ക് അറിഞ്ഞൂടാത്തൊരു ക്രൗഡ് ആണെങ്കിൽ ഞാൻ ചിലപ്പം പെട്ടെന്ന് ഞാൻ വലിയും, ഞാൻ മാക്സിമം വലിയാൻ നോക്കും. നീ എക്സ്ട്രോവേർട്ട് ആണ്, പക്ഷേ സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചില കാര്യത്തിന് നീ ഫ്രണ്ട് ഇതില്ലേ, നീ മറ്റേ അന്നത്തെ മറ്റേ ഇനോഗ്രേഷൻ ആയപ്പോ എനിക്ക് ഓർമ്മയുണ്ട്. ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ചില സാധനങ്ങൾ നമ്മൾ എന്താണെന്ന് അറിഞ്ഞൂടെ നമുക്കൊരു നമ്മളിങ്ങനെ പിറകിലോട്ട് വലിക്കും ചില കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ നമുക്ക് മിക്കവർക്കും ഉണ്ടെന്ന് തോന്നണം. ആൾക്കാർ പുതിയൊരു ക്രൗഡ് അത് നമ്മൾ ബ്രേക്ക് ചെയ്യണം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ റൂട്ട് കോസ് ഇപ്പൊ കണ്ടുപിടിച്ചു. ഇനി നമ്മളത് ശരിയാക്കണം. നമുക്ക് അങ്ങനെ തുടങ്ങാനുള്ളൊരു ഇതുണ്ട്, എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരുടെ ഒന്നും പറയാതിരുന്ന് ഒറ്റയ്ക്ക് തന്നെ പ്ലാൻ ചെയ്യുക. ലൈക്ക് മൈൻഡുള്ള ആൾക്കാരെ അല്ലല്ല, അത് അവൻ പറഞ്ഞ കറക്റ്റാ. ഈ സക്സസ് അച്ചീവ് ചെയ്ത ആൾക്കാരും പറഞ്ഞു നടത്താറില്ല. 100 പേരും 100 അഭിപ്രായങ്ങളായിരിക്കും പറഞ്ഞ. അതിലൊരു 30 പേര് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, കുറെ പേര് ഡിമോട്ടിവേറ്റ് ചെയ്യും, കുറെ പേര് നിന്നെ കൊണ്ട് പറ്റൂലെന്ന് പറയുന്നവർ കാണും. എസ്പെഷ്യലി പാരന്റ്സ് ആയിരിക്കും പലരും. അതുകൊണ്ട് ആരെയും ഇത് ഇതാക്കണം. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യമുണ്ട്, നിങ്ങൾ ചെയ്യുക. ചെയ്തിട്ട് റിസൾട്ട് ആകുമ്പോഴത്തേക്കും മാത്രം അറിയിക്കേണ്ടത് മാത്രം അറിയിക്കുക. ഇത് കറക്റ്റാണ്. ഞാനിപ്പം ക്ലാസ്സിൽ കയറിയിട്ട് പിള്ളേരെ പറയുന്നത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു കാരണവശാലും ഇത് ആരോടും പറയരുത്. പക്ഷെ എനിക്ക് എന്റെ ഇതിൽ നേരെ തിരിച്ചാണ്. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എല്ലായിടത്തും പറയും. എനിക്കും ഈ സാധനെ ഇങ്ങനെ വെക്കുന്നത് പാടാണ്. ഞാൻ പറഞ്ഞ ആലോചിക്കുമ്പോഴേ 10 പേരെടുത്ത് പറയും. അല്ല, ഇവൻ ഭയങ്കര 100 പേരെടുത്ത് ചോദിക്കും. അത് ഇവന്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ ഒപ്പീനിയൻ എടുക്കും. പക്ഷെ എന്നിട്ട് അവന് അതെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? 100 പേരോട് ചോദിക്കും. എനിക്കറിയാവുന്ന പുള്ളിയാണ്. 100 പേരോട് ചോദിക്കും. എന്റെ അടുത്ത് മാത്രം ചോദിച്ചാൽ നമ്മൾ സ്പെഷ്യൽ ആണെന്ന് വിചാരിക്കും. പക്ഷെ എന്റെ അടുത്ത് ചോദിച്ചാൽ ബാക്കി 100 ഈ പുള്ളി എന്താ അറിയാമോ, ഇതിലെ ബെസ്റ്റ് പാർട്ടുകളെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അങ്ങനേതായ രീതിയിൽ ഒരു സാധനം ഉണ്ടാക്കും. നീ ഇപ്പൊ ഒരു സാധനമാണ് ചെയ്തെന്ന് വെച്ചു, ഒരു സാധനം നമ്മൾ ചെയ്തു, അതിപ്പോ എല്ലായിടത്തും നമ്മൾ മാത്രമായി ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ഫീഡ്ബാക്ക് വേണ്ട സ്ഥലത്ത് നിനക്ക് നിന്റെ മാത്രം ഒപ്പീനിയൻ മാത്രമേ അതിൽ വരുള്ളൂ. അതിനൊരു പ്രശ്നമുണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഡിസിഷൻ എടുത്തിട്ട് നമ്മളെ മൈൻഡ് സെറ്റ് ചിലപ്പോൾ വേറൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. കുറെ ടൈം കഴിയുമ്പോൾ നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റൂല. നമ്മളെ ഡിസിഷൻ എപ്പോഴും മൈൻഡില് നമ്മളെ ഇതായിരിക്കുമോ കറക്റ്റ് ഡിസിഷൻ എന്ന് നമുക്ക് ചിലപ്പോൾ ജഡ്ജ് ചെയ്യാം. വേറൊരാളുടെ കൂടെ ഒപ്പീനിയൻ എടുത്ത് അവരുടെ ഒരു ചിലപ്പോൾ നമുക്കൊരു വേറെ പെർസ്പെക്റ്റീവ് കിട്ടും. അല്ല, പക്ഷെ ഇവൻ ആ ഒരു അങ്ങനെ ഇപ്പൊ ഞാൻ എടുത്ത ഡിസിഷനിൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ എടുത്ത ഡിസിഷൻ എനിക്ക് പെർഫെക്റ്റ് ആണ് ചിന്തിക്കുന്നത്. ഞാൻ എടുത്ത ഡിസിഷൻ ഞാൻ പെർഫെക്റ്റ് ആണ്, അതിലൊരു ഫ്ലോ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ മുന്നോട്ട് പോകാം, അതാണെങ്കിൽ ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു അവ അങ്ങനത്തെ ഒരു ഇതാണെന്ന് തോന്നുന്നു. അതാണെങ്കിൽ ഓക്കെയാണ്. ഫ്ലോ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഇതിലൊരു റോങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്ലെയിം നമ്മളെ സ്വന്തമായിട്ട് ചെയ്യുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞു. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിലേ അവരെന്തായാലും ആൾക്കാരുടെ ഒപ്പീനിയൻ ചോദിക്കും. എന്തായാലും ഇവർ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കൂല. അപ്പൊ ആ ഒരു ഇത് എനിക്ക് മൈൻഡ് സെറ്റ് വേറെയാണെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നമ്മൾ പ്ലാൻ ചെയ്യണത് നമ്മൾ മാത്രമാണെങ്കിൽ നമ്മുടെ സക്സസ് നമ്മുടെ തോൽവി എല്ലാം നമ്മളിൽ തന്നെയാണ്. മനസ്സിലായില്ലേ? നമുക്കത് തന്നെ ആയിരിക്കും ഒരു കോൺഫിഡൻസ് വരുന്നത്. പക്ഷേ ഞാൻ പൊതുവെ ഒപ്പീനിയൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളപ്പോൾ ഞാനൊരു സാധനം എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചോ, ഞാൻ ചിലപ്പോൾ ആ ഇഷ്ടമുള്ള ആംഗിൾ ഇത് മാത്രമേ കാണുള്ളൂ. വേറെ ആളുടെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ വേറൊരു ആംഗിൾ കിട്ടും. എന്നിട്ട് എനിക്ക് ഡിസൈഡ് ചെയ്യാം ഈ പറയണത് കറക്റ്റ് ആണോ, ഇതിൽ ഏതാണ് കിട്ടുന്നത്, അങ്ങനെ ചെയ്യാം. അത് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലവർക്ക് ഒപ്പീനിയൻ എടുക്കുന്ന ഇഷ്ടമല്ല, ചിലവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിരിക്കും ഇഷ്ടം. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്, നിങ്ങൾ സ്റ്റക്കായി പോയി നിൽക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് പോയിന്റ് എ ടു പോയിന്റ് ബി എത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എ ടു ബി എന്നുള്ള ദൂരം സ്പ്ലിറ്റ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ടാർഗറ്റുകളാക്കുക, എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ നോക്കുക. അത് നിങ്ങൾക്ക് സ്റ്റക്കായി നിൽക്കുന്നവരെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇടയ്ക്ക് സ്റ്റക്കായി പോയപ്പോൾ ഞാൻ അത് ട്രൈ ചെയ്തിട്ടുണ്ട്, അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ഗോൾസ് കുറച്ചും കൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെറുതാക്കി ചെയ്യുക. ഇപ്പം ഒരു എ ടു ബി എത്തേണ്ട സാധനം നമുക്ക് ഈ A1 A2 B2 അങ്ങനെ പയ്യെ കയറി പോകാന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ് കുറച്ചും കൂടെ ലൈറ്റർ ആകുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്ത് അച്ചീവ് ചെയ്യുന്നതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അതായത് എൻ ഗോള് മാത്രം നോക്കാതെ അതിലോട്ടുള്ള സ്റ്റെപ്പുകൾ ഓരോന്നായിട്ട് ചെയ്ത് ജിമ്മിൽ പോയിട്ട് 6 പാക്ക് ആവാൻ മാത്രമാണ് ചെയ്യണമെങ്കിൽ വർക്കൗട്ട് ആവില്ല. അതിൽ ഓരോ സാധനങ്ങൾ ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രം ഇങ്ങനെ ട്രൈ ചെയ്ത് പോവുകയാണെങ്കിൽ 10 പുഷപ്പിന് ടിക്ക് കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പതുക്കെ ചെയ്താൽ മതി, ചെയ്യാൻ പറ്റും. പിന്നെ ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതിന് ഹ്യൂമിലേഷൻ എന്നുള്ള സാധനമുണ്ട്, ഫാക്ടർ ഉണ്ട്. അത് എടുത്ത് കളയുക. ഹ്യൂമിലേഷൻ എന്ന് പറയുന്ന സാധനം ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടോ? നമുക്ക് ആ ഒരു ഫാക്ടർ ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ നാട്ടുകാർക്ക് സോഷ്യലി നമുക്കൊരു ഇത് കാണും. ഒരു കാര്യം ചെയ്യാൻ അയ്യോ അത് എന്ത് വിചാരിക്കും, വേറൊരാള് നമ്മളെ ഇത് പറഞ്ഞ് നാണം കെടുത്തൂലേ. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ചോദിക്കുന്നത്, നീ ഒരു ഡോക്ടർ അല്ലേ, നീ എന്തിന് ഈ വർക്കിലോട്ട് പോയി ചോദിക്കാറുണ്ട്. ആ ഒരു ഹ്യൂമിലേഷൻ പാർട്ട് എടുത്ത് കളയണം. നമുക്ക് അറ്റ് ദ എൻഡ് പോയിന്റ് നമ്മൾ ചെയ്യുന്ന സാധനം നമുക്ക് റിവാർഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ചെയ്യുന്ന പ്രോസസ്സും നമ്മൾ പോകുന്ന സ്ഥലങ്ങളും എനിക്കൊരു ഹാപ്പിനെസ് തന്നെ കാര്യമാണ്. പല സ്ഥലങ്ങളിൽ പോയി പല ആൾക്കാരുണ്ട്, പല ടൈപ്പ് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അത് എനിക്കൊരു എൻജോയ്മെന്റ് തരുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരിടത്ത് നിൽക്കുന്നേക്കാളും പലയിടത്ത് പോകുന്നത് കുറച്ചും കൂടെ ഹാപ്പിനെസ് തന്നിട്ടുണ്ട്. അപ്പം ഹ്യൂമിലേഷൻ എന്ന് പറയുന്ന പാർട്ട് എടുത്ത് കളയാനുള്ള ഒരു സാധനമാണ്. കാരണം അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ആ ഒരു കാര്യം. ഇതേ ചെയ്യാവൂ, ഇതാക്കാവൂ, അല്ലെങ്കിൽ അത് മോശം. അത് ഞാൻ കൺവേ ചെയ്യണത് കറക്റ്റായിട്ട് എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായി എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാർ പറയുമ്പോഴേ അത് കേട്ടിട്ട് ഹ്യൂമിലിയേറ്റ് ആവരുത്. നിങ്ങൾക്ക് അയ്യോ ഞാൻ അങ്ങനെ ആയി പോയോ എന്നൊരു തോന്നൽ വരരുത്. ആ ഒരു പാർട്ട് എടുത്ത് കളയുക. അപ്പൊ ഗൈസ് ഇതൊക്കെ ഒരു ഉപദേശമായിട്ട് എടുക്കണമെന്നില്ല. കാര്യം നമ്മുടെ സ്വന്തം ജീവിതം ജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പാട്. അതിപ്പം ശ്രീകാന്തിനാണെങ്കിൽ ശ്രീകാന്തിന്റെ ലൈഫ് ജീവിക്കാൻ തന്നെയാണ് പാട്. അതിപ്പോ നമുക്കാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കണ്ടിട്ട് അത് ഭയങ്കര എളുപ്പമാണല്ലോ, ഇതെങ്ങനെ ചെയ്യാലോ അതങ്ങനെ ചെയ്യാലോ എന്നൊക്കെ ചുമ്മാ പറയാം. പക്ഷെ അല്ല, നമ്മുടെ ജീവിതമാണ് സത്യം പറഞ്ഞാൽ പാട് നമുക്ക്. അതങ്ങനെയാണ്. അതിനി നമ്മൾ എത്ര ഉപദേശം കേട്ടാലും എന്ത് കേട്ടാലും കാര്യമില്ല. പക്ഷെ നമ്മള് കഴിവിന്റെ കാര്യം പറഞ്ഞത് നിങ്ങൾ കണ്ടെത്തുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഫോളോ ചെയ്യുക. ഈ ഒരു റൂട്ടിലേക്ക് നമ്മൾ പ്രതീക്ഷയില്ല. ഈ പോഡ്കാസ്റ്റ് നമ്മള് വിചാരിച്ചൊരു ഫൺ മൂഡ്, കഴിവില്ലാത്ത ഒരു സാധനമായിട്ട് കഴിവില്ലാത്തവരാണ് എന്നുള്ള രീതി. പക്ഷെ നമ്മളെ കഴിവ് കൊണ്ട് ഇത് വേറൊരു റൂട്ടിലോട്ട് പോയി. നമുക്ക് കഴിവുണ്ട്, ഇല്ലാത്ത എന്താണ് കഴിവ്? നമ്മൾ പറഞ്ഞത് കഴിവില്ലാത്തവരായി ആരും ജീവിക്കുന്നില്ല, ജനിക്കുന്നില്ല. കാര്യം തന്നെ എടുക്കുക. പുള്ളിക്ക് ചെറിയ കഴിവുണ്ട്, നിൽക്കാൻ പറ്റില്ലല്ലോ, പറ്റൂല. ഇന്ന് തന്നെ മറ്റേ ആ പാട്ട് എടുത്തപ്പോ AJPയുടെ പാട്ട് എന്നും പറഞ്ഞാണ് ഗൂഗിളിൽ പറഞ്ഞത്. നമ്മള് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴേ AJP എന്നാണ്, ഈ കട്ട് റൂമിന് കല്യാണം AJP എന്നാണ് വരുന്നത്. അതെ, അതൊരു പുള്ളിയുടെ ബുദ്ധി കൊണ്ട് പുള്ളി ഇപ്പൊ ആ ഒരു സെറ്റപ്പിലായി. അതാണ് സത്യം. പുള്ളി ബ്രില്യന്റ് ആണ്. പിന്നെ അപ്പൊ നിങ്ങൾക്ക് ഏത് പ്രായത്തിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്യുക. ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് പിൻവാങ്ങരുത്, ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത്. അതിപ്പോ ചില ആൾക്കാർക്ക് ഇപ്പം നമ്മള് ജെനുവിൻലി അല്ലല്ലോ, നമ്മള് ജനിച്ചപ്പോഴേ നമുക്ക് അങ്ങനെ ഒരു സ്വന്തമായിട്ട് നമ്മള് നമ്മുടെ സ്വന്തം കഴിവോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എന്തെങ്കിലും സംഭവം എടുക്കണമെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം എന്നുള്ള ആൾക്കാരുണ്ട്. സ്വന്തമായിട്ട് അങ്ങനെ ഡിസൈഡ് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ അതിനൊരു സപ്പോർട്ട് സിസ്റ്റം ആക്ച്വലി അവരെ ഉണ്ടാക്കി എടുക്കുന്നത് ഭയങ്കര സംഭവമാണ്. ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞ പോലെ ഈ കുറെ ഒരു റിട്ടയർമെന്റ് ഏജിലൊക്കെ അവരുടെ ഇഷ്ടങ്ങളൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ചിലപ്പോൾ അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ മക്കളും അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡും ഒക്കെ അവര് നിർബന്ധിക്കുക, അല്ലെങ്കിൽ അവര് പറയും നീ ഇപ്പൊ ചെയ്യ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ആ ഒരു സപ്പോർട്ട് സോഷ്യലായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുക, സോഷ്യൽ വെൽത്ത്. എല്ലാവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി നമുക്കൊരു കൂട്ടുകാരെല്ലാവരും ഒരു സോഷ്യൽ വെൽത്ത് ആണ്. നമുക്ക്
ഇത് മാത്രമല്ല, ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം, ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇല്ലേ, അതുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ബിനു പറഞ്ഞ പോലെ അവസാന കാലത്തൊന്നുമല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതല്ലടാ, ഇത് സപ്പോർട്ടാ. അല്ല, ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഇപ്പൊ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ തന്നെ ഇപ്പൊ എപ്പോഴും ഈ കുത്തുവാക്കള് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് അവിടെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മള് ഒതുങ്ങി കൂടിയിരിക്കാനേ നോക്കുള്ളൂ. നമുക്ക് അവർക്കിടയിൽ എല്ലാവരും ഒരു നീ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാം, നമ്മൾ സപ്പോർട്ടാണ് എന്നുള്ള രീതിയിലേക്ക് നിൽക്കുകയാണെങ്കിൽ മെനി സ്റ്റഫ്സ്. ഇപ്പൊ ഒരു പാഷൻ ഉള്ളവരാണെങ്കിൽ സിമിലർ പാഷൻ ഉള്ളവരടുത്ത് കമ്പനി ഉണ്ടെങ്കിൽ നല്ലൊരു ഇതാണ്, നമുക്ക് തന്നെ ഒരു ഗ്രോ ചെയ്യാൻ. അത് ചില ആൾക്കാരുണ്ട്, നമ്മൾ വിചാരിക്കും അവർക്ക് ഭയങ്കര പ്രോ ആണ്, അപ്പൊ അവരൊന്നും ഇതൊന്നും ചെയ്തു തരില്ല. പക്ഷെ ചിലർ ഭയങ്കര ജെന്യുയിൻലി പാഷനേറ്റ് ആയിട്ടുള്ളവരെന്തായാലും തിരിച്ച് നമുക്ക് ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഇഷ്ടമായിരിക്കും അത് പറഞ്ഞു. മോട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ അങ്ങനെ മോട്ടിവേറ്റ് കൂട്ടുകാരോട് ഒരിക്കലും എന്നാ പിന്നെ നീ ജോലി കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കണം, വ്ളോഗ് എടുക്കണം എന്ന് പറയാൻ പാടില്ല. അതെന്ന് പറഞ്ഞാൽ ഈ വല്ലപ്പോഴും വന്നിട്ട് ഒരു കോണാച്ച ഉപദേശങ്ങൾ പോകുന്നവരെ ഒതുക്കാൻ മാത്രമേ ഉള്ളൂ. അത് ഇവിടെ പോഡ്കാസ്റ്റ് എടുക്കാൻ നേരത്ത് ഞാൻ പോട്ടാ കുറച്ച് ഉപദേശിച്ച് തന്നിട്ട് ഞാൻ പോട്ടാ, നിങ്ങൾ ഇതൊക്കെ ചെയ്യണം, ഞാൻ പോണേ. ഓക്കെ ഗൈസ്, അപ്പോ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ കുറച്ച് ഡീപ്പായിട്ടൊക്കെ പോയല്ലോ. ഡീപ്പായിട്ട് നമ്മൾ പോയി നമുക്ക് തോന്നിയോ നമുക്ക് കഴിവുണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. ഇങ്ങനെ സംസാരിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഒരു കഴിവാണ്. അതെ. അപ്പൊ നിങ്ങളും ഇതൊക്കെ ആയിട്ട് മോട്ടിവേറ്റ് ആയെന്ന് വിചാരിക്കും. എന്തായാലും ഞാൻ കുറച്ച് മോട്ടിവേറ്റ് ആയിട്ടുണ്ട്. നീ മോട്ടിവേറ്റഡ് ആയ? ഞാനില്ലേടാ തുടങ്ങിയത് മോട്ടിവേഷൻ. ജൂണിൽ പയ്യൻ സെറ്റ് ചെയ്യും. നമ്മളെ വൈബ് സെറ്റ് ചെയ്ത് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ പോഡ്കാസ്റ്റിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ഇടുക. നിങ്ങളുടെ പാഷൻ, നേരത്തെ പറഞ്ഞ പാഷനും നിങ്ങളുടെ എങ്ങനെയാണ് പാഷൻ കണ്ടുപിടിച്ചെന്നുള്ള കാര്യമൊക്കെ എന്തായാലും അറിയിക്കുക നമ്മളെ. അപ്പോ ഇന്നത്തെ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ വേറൊരു അടിപൊളി പോഡ്കാസ്റ്റുമായിട്ട് വരുന്നതുവരേക്കും ബൈ.